Hello everyone, welcome to the session, a new session of Earns Academy. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ സെഷനിൽ ഫിംഗർ പ്രിന്റ് സെർച്ചർ എന്ന് പറയുന്ന PSC എക്സാമിന്റെ പ്രീവിയസ് ഇയർ നടന്ന ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് ആണ് സോൾവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഫിംഗർ പ്രിന്റ് സെർച്ചർ ഒരു ഡിഗ്രി ലെവൽ എക്സാം ആണ്. നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടൊരു സാലറി പാക്കേജും നല്ലൊരു പോസ്റ്റുമാണ് ഫിംഗർ പ്രിന്റ് സെർച്ചർ എന്ന് പറയുന്നത്. നിലവില് ഇപ്പോഴത്തെ ഒരു ഇതിൽ നമുക്ക് 2 എക്സാം ആണ് ആക്ച്വലി പോലീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക്, ഒന്ന് സയന്റിഫിക് ഓഫീസറും ഒന്ന് ഫിംഗർ പ്രിന്റ് സെർച്ചറും. സയന്റിഫിക് ഓഫീസർ പോലീസിലെ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ഒരു പരീക്ഷയാണ്. അതിന്റെ PG ലെവൽ ആണെങ്കിൽ നമുക്ക് ഫിംഗർ പ്രിന്റ് സെർച്ചർ എന്ന് പറയുന്നത് ഒരു ഡിഗ്രി ലെവൽ എക്സാം ആണ്. കഴിഞ്ഞ തവണത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ കണ്ടു കാണുമായിരിക്കും. ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്ത ഒരു വ്യക്തിക്ക് നമുക്ക് മനസ്സിലാവും മെജോറിറ്റി ഈവൻ തോ ഡിഗ്രി ലെവൽ എക്സാം ആണെങ്കിലും ഒരു 20-25ഓളം ക്വസ്റ്റ്യൻസ് എവിടുന്നാ വന്നിരിക്കുന്നത്? ഒരു NCERT ബുക്കുകളിൽ നിന്നാണ്, കറസ്പോണ്ടിങ് ആയിട്ടുള്ള NCERT ബുക്കുകളിൽ നിന്നാണ് മെജോറിറ്റി ക്വസ്റ്റ്യൻസും വന്നിരിക്കുന്നത്. അപ്പൊ ഒരു +1 +2 ബേസ് ആണ് നമുക്ക് ഈ ഫിംഗർ പ്രിന്റ് സെർച്ചർ എന്ന് പറയുന്ന ഈ പരീക്ഷയെ ക്രാക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം ഉണ്ടാക്കേണ്ടത് ഒരു +1 +2 ബേസ് ആണ്. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ +1ലെയും +2ലെയും NCERT ബുക്സ്, ചില ക്വസ്റ്റ്യൻസ് കെമിസ്ട്രി ഒക്കെ അങ്ങനെ NCERT ബുക്കിൽ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്ത പോലെയാണ് കിടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആ ഒരു NCERT കണ്ടന്റുകൾ നിങ്ങൾ പഠിക്കുന്നതിൽ വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. NCERT കണ്ടന്റുകൾ പഠിച്ചെടുക്കുക എന്നുള്ളത് തന്നെയാണ് ആദ്യത്തെ ഒരു കടമ്പ എന്ന് പറയുന്നത്. കെമിസ്ട്രിയും ഫിസിക്സിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത്, ഫിസിക്സിനും കെമിസ്ട്രിക്കും 40-40 ഡിവിഷൻ ആണ് വരുന്നത് മാർക്കില്. അങ്ങനെ നടത്തുന്ന ഒരു പരീക്ഷയാണ് നമ്മുടെ ഫിംഗർ പ്രിന്റ് സെർച്ചർ എന്ന് പറയുന്ന പരീക്ഷ. നല്ലൊരു എക്സാം ആണ്. നല്ലൊരു സാലറി പാക്കേജും പെട്ടെന്ന് പ്രൊമോഷൻസും ഒക്കെ ആകുന്ന ഒരു പരീക്ഷ തന്നെയാണ് ഫിംഗർ പ്രിന്റ് സെർച്ചർ എന്ന് പറയുന്നത്. ഡിഗ്രി ഫിസിക്സോ അല്ലെങ്കിൽ കെമിസ്ട്രിയോ പഠിച്ച ഒരാൾക്ക് പെട്ടെന്ന് ഇപ്പൊ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന HSI നോട്ടിഫിക്കേഷൻ ഒന്നും വന്നിട്ടില്ല, കേസും ഒക്കെ ആയിട്ട് അങ്ങനെ നീണ്ടു പോവുകയാണ്. അപ്പൊ ഒരു ഡിഗ്രി പഠിച്ച ഒരാൾക്ക്, ഡിഗ്രി ഫിസിക്സോ കെമിസ്ട്രിയോ പഠിച്ച ഒരാൾക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പരീക്ഷയാണ് ഇത്. ഓക്കെ, ഫിംഗർ പ്രിന്റ് സെർച്ചർ എന്ന് പറയുന്നത്. അപ്പൊ ഫിംഗർ പ്രിന്റ് സെർച്ചർ കഴിഞ്ഞ തവണ 2019 നോട്ടിഫൈ ചെയ്ത് 2021 പരീക്ഷ നടത്തിയ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഫിസിക്സിലെയും കെമിസ്ട്രിയിലെയും അതുപോലെ തന്നെ IT സൈബർ ലോ പറഞ്ഞ നമുക്കൊരു സെഷൻ ഉണ്ട്, 10 മാർക്സ് ഡിവിഷൻ വരുന്ന സെഷൻ. ആ സെഷനിലെയും മുഴുവൻ ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ഏൺസ് അക്കാഡമിയുടെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. What is the actual weight of a body? What is the actual weight of a body having mass 10 kilogram? So 10 kilogram mass ഉള്ള ഒരു ബോഡിയുടെ ആക്ച്വൽ വെയിറ്റ് എന്താന്ന് ക്വസ്റ്റ്യൻ. നമുക്കറിയാം വെയിറ്റ് W is equal to M into G ആണ് അല്ലെ. മാസ് ഗിവൺ ആണ്, മാസ് ഈസ് 10 kilogram. So W weight is equal to 10 into, also we know G is equal to 9.8 അല്ലെ. So 10 into 9.8 and of course it will be 98 Newton is the answer. Okay, so the correct option of this question is option C, 98 Newton. This is the correct answer for the session, for this question. The actual weight of a body having mass 10 kilogram is actually 98 Newton. Hope it is clear. ഇത് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഫിസിക്സിന്റെ ഒരു ബേസിക് ആയിട്ടൊരു ഐഡിയ ആണ്. പ്രിലിമിനറി ആയിട്ട് ഫിസിക്സ് പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന വെയിറ്റ് എന്താണ്, മാസ് എന്താണ്, വെയിറ്റിന്റെ ഇക്വേഷൻ മാസ് ഇൻറ്റു M ഇൻറ്റു G, ഗ്രാവിറ്റി അല്ലെ, ഗ്രാവിറ്റി ആ ഇക്വേഷൻ ഒക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഫിസിക്സിലെ ഒരു ഐഡിയയിൽ നിന്ന് വന്നൊരു ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, പ്യുവർലി NCERT ബേസ്ഡ് നമുക്ക് പറയുമെങ്കിൽ പോലും അതിനേക്ക് അപ്പുറം ഒരു 10ാം ക്ലാസ് പഠിച്ചൊരു കുട്ടിക്ക് പോലും ഈ ഒരു ക്വസ്റ്റ്യൻ W is equal to M into G എന്ന ഐഡിയ അറിയുന്നുണ്ടായിരിക്കും. ഓക്കെ, പക്ഷെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കോൺസ്റ്റന്റ് ആയിട്ട് പഠിച്ചുകൊണ്ടിരുന്നാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ക്വസ്റ്റ്യൻസ് വൃത്തിയായിട്ട് അറ്റൻഡ് ചെയ്ത് പോവാൻ, കറക്റ്റ് ഓപ്ഷനിലോട്ട് നമ്മുടെ മനസ്സും നമ്മുടെ പേനയും ഒക്കെ ആ ഒരു എക്സാം ഹാളിൽ പോകണമെങ്കിൽ ഫ്രീക്വന്റ് ആയിട്ട് നമ്മൾ MCQ സോൾവ് ചെയ്ത് തന്നെയാണ് അതിനൊരു വഴിയുള്ളൂ. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. The velocity of radio waves in free space. Velocity of radio waves in free space. ഈ റേഡിയോ വേവ്സ് എവിടെയാ പക്ഷെ ചോദിച്ചിരിക്കുന്നത്? ഫ്രീ സ്പേസിലാണ്. റേഡിയോ വേവ്സ് അത് നമുക്ക് അറിയുന്നുണ്ടായിരിക്കും അല്ലെ. നമ്മുടെ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിലെ ഒരാളാണ് ഈ പറയുന്ന റേഡിയോ വേവ്സ്. ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം മാക്സ്വെല്ലിന്റെ അല്ലെ, മാക്സ്വെൽ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് അല്ലെങ്കിൽ മാക്സ്വെൽ അറേഞ്ച് ചെയ്തതാണ്
ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയുന്നത്. ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തില് നമുക്ക് റേഡിയോ വേവ്സിനെ കാണാൻ സാധിക്കും. റേഡിയോ വേവ്സിന്റെ പ്രത്യേകത എന്താണ്? അയാൾക്കാണ് ലോങ്സ്റ്റ് വേവ് ലെങ്ത്. ആർക്ക് എന്താണ്? ലോങ്സ്റ്റ് വേവ് ലെങ്ത് അല്ലെങ്കിൽ ലോവസ്റ്റ് ഫ്രീക്വൻസി. വേവ് ലെങ്ത് ഫ്രീക്വൻസി നമുക്കറിയാം ഇൻവേഴ്സ്ലി ആണ്, ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്. ലോങ്സ്റ്റ് വേവ് ലെങ്ത് അല്ലെങ്കിൽ ലോവസ്റ്റ് ഫ്രീക്വൻസി ആർക്കാണ്? നമ്മുടെ റേഡിയോ വേവ്സിനാണ്. ഓക്കെ, അപ്പൊ വേവ് ലെങ്ത്തിന്റെ അല്ലെങ്കിൽ ഫ്രീക്വൻസിയുടെ ഓർഡറിൽ അറേഞ്ച് ചെയ്ത സ്പെക്ട്രം ആണ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയുന്നത്. ഓക്കെ, ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിന്റെ അറേഞ്ച്മെന്റ്, ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം നമുക്ക് അറേഞ്ച് ചെയ്തത് നമ്മുടെ മാക്സ്വെൽ ആണ്. ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം ഇൻട്രൊഡ്യൂസ് ചെയ്തത് മാക്സ്വെൽ ആണ്. റേഡിയോ വേവ്സ്, അതുപോലെ തന്നെ മൈക്രോവേവ്സ്, ആ ഒരു ഓർഡർ എന്ന് പറഞ്ഞ മൈക്രോവേവ്സ്, അതുപോലെ തന്നെ ഐ ആർ റേഡിയേഷൻസ്, then 4 that is our visible light, then comes 5 that is UV radiation, then comes 6 that is X-ray, and 7 that is gamma ray. അല്ലെ, ഗാമ റേ നമുക്ക് 7 ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. ഗാമ റേക്കാണ് ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത്തും ഹയസ്റ്റ് ഫ്രീക്വൻസിയും. ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് ആൻഡ് ഹയസ്റ്റ് ഫ്രീക്വൻസി ഈസ് ഫോർ ഗാമ റേസ്. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതൊന്നുമല്ല, the velocity of radio waves in free space. ഫ്രീ സ്പേസിൽ റേഡിയോ വേവ്സിന്റെ വെലോസിറ്റി എന്താണെന്ന ചോദ്യം. അതെന്തായിരിക്കും? ഓഫ് കോഴ്സ് അത് 3 × 10⁻⁸ സെക്കൻഡ് ആണ് നമ്മുടെ ആൻസർ. വെലോസിറ്റി 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. ഓക്കെ, സോ അതും ഈ പറഞ്ഞ പോലെ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം നമ്മൾ +1 ബുക്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം ഒക്കെ പഠിക്കുന്നതാണ്. അപ്പൊ ആ ഒരു ഭാഗം പഠിച്ച ഒരാൾക്ക് ആൻസർ ചെയ്യാവുന്നതാണ് ഈ ഒരു ക്വസ്റ്റ്യനും. തേർഡ് ക്വസ്റ്റ്യൻ, എ ഹാഫ് വേവ് റെക്ടിഫയർ പ്രൊഡ്യൂസസ് 80 watts ഔട്ട്പുട്ട് പവർ when an AC power of 200 watts is applied as input. What is the rectification efficiency? ഇത് ഇലക്ട്രോണിക്സ് എന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇലക്ട്രോണിക്സിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നമ്മൾ പഠിക്കണം. റെക്ടിഫയർ എന്നൊരു സെക്ഷൻ അല്ലേ? റെക്ടിഫയേഴ്സ് ആക്ച്വലി റെക്ടിഫയേഴ്സ് എന്ന് പറയുന്ന ആൾ എന്താണ്? AC-നെ DC ആക്കുന്ന ആളെയാണ് നമ്മൾ എന്ത് പറയാ? റെക്ടിഫയർ എന്ന് പറയാ അല്ലെ? റെക്ടിഫിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ് അതാണ്. ഇനി റെക്ടിഫയേഴ്സ് ഏതൊക്കെയുണ്ട്? ഹാഫ് വേവ് റെക്ടിഫയർ ഉണ്ട്, അതുപോലെ തന്നെ ഫുൾ വേവ് റെക്ടിഫയർ ഉണ്ട്, അതുപോലെ തന്നെ ബ്രിഡ്ജ് റെക്ടിഫയേഴ്സ് ഉണ്ട് അല്ലെ? ബ്രിഡ്ജ് റെക്ടിഫയറിൽ ഡയോഡിനെയാണ് നമ്മൾ എന്ത് പറയാ? റെക്ടിഫയർ. ഡയോഡ്, ഹൗ ഡയോഡ് ഈസ് യൂസ്ഡ് ആസ് എ റെക്ടിഫയർ എന്നൊക്കെ നമ്മൾ അതേപോലെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കണ്ടിട്ടുണ്ടായിരിക്കും. AC-നെ DC ആക്കുന്ന പ്രവർത്തനത്തിനെ വിളിക്കുന്ന പേരാണ് റെക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഒരു ബ്രിഡ്ജ് റെക്ടിഫയറിൽ 4 ഡയോഡ് ആണെങ്കിൽ ഒരു ഫുൾ വേവ് റെക്ടിഫയറിൽ 2 ഡയോഡ് ആയിരിക്കും, ഒരു ഹാഫ് വേവ് റെക്ടിഫയറിൽ 1 ഡയോഡ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇത്രയും കാര്യങ്ങൾ നമുക്ക് റെക്ടിഫയറിനെ കുറിച്ച് നമുക്ക് ബേസിക് ആയിട്ട് അറിയേണ്ടത്. അപ്പൊ റെക്ടിഫയറിന്റെ എഫിഷ്യൻസി ആണ്, വാട്ട് ഈസ് റെക്ടിഫിക്കേഷൻ എഫിഷ്യൻസി എന്നാണ് ക്വസ്റ്റ്യൻ. So eta is equal to rectification, eta is equal to output DC power. It is equation output DC power divided by input AC power. This is the equation to find efficiency of a rectifier. It is in percentage, so into, of course, into 100. നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? ഔട്ട്പുട്ട് തന്നിട്ടുണ്ട്. ഔട്ട്പുട്ട് പ്രൊഡ്യൂസേഴ്സ് 80 watt ഔട്ട്പുട്ട് പവർ. അപ്പൊ എത്രയാണ്? 80 divided by, when an AC power of 200 watt, that is 200. 80 divided by 200 into 100% ആയതുകൊണ്ട് കട്ട് ചെയ്ത് പോയാൽ നമുക്ക് എത്ര കിട്ടും? ആൻസർ 40% എന്ന് കിട്ടും അല്ലെ? 80 divided by 240, that is option B is the correct answer. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയ ആൻസർ. എഫിഷ്യൻസിയുടെ ഇക്വേഷൻ ആണ് നമ്മൾ ഇവിടെ നോക്കേണ്ടത്. എഫിഷ്യൻസി ഈറ്റ ഈസ് ഈക്വൽ ടു ഔട്ട്പുട്ടിൽ ആരാണ്? ഔട്ട്പുട്ട് DC പവർ ഡിവൈഡഡ് ബൈ ഇൻപുട്ട്. ഔട്ട്പുട്ട് DC പവർ ഡിവൈഡഡ് ബൈ ഇൻപുട്ട് AC പവർ ആണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, അപ്പൊ നമ്മുടെ തേർഡ് ക്വസ്റ്റ്യനും കഴിഞ്ഞു. ഇത് ഇലക്ട്രോണിക്സ് നമുക്ക് അങ്ങനെ ഇലക്ട്രോണിക്സിന്റെ വലിയൊരു ഡീറ്റെയിലോട്ടൊന്നും പോയിട്ടില്ല. വളരെ ബേസിക് ആയിട്ടുള്ള ഡയോഡ് എന്താണ്, റെക്ടിഫയർ എന്താണ്, ഡയോഡ് എങ്ങനെ റെക്ടിഫയർ ആയിട്ട് ആക്ട് ചെയ്യും, ഇതൊക്കെ നമ്മൾ ഇലക്ട്രോണിക്സ് പഠിക്കുന്ന ഒരാൾ ആദ്യം പഠിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതും ആക്ച്വലി ഒരു NCERT ലെവൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ഈസ് യൂസ്ഡ് ഫോർ പ്രൊഡ്യൂസിംഗ് ക്രിസ്റ്റൽ ഡിഫ്രാക്ഷൻ പാറ്റേൺ? ഇതിൽ താഴെ കൊടുത്തിട്ട് നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ ആൾക്കാർ തന്നെയാണ് താഴെ കൊടുത്തിട്ടുള്ളത് അല്ലെ?
റേഡിയോ വേവ്സ്, വിസിബിൾ ലൈറ്റ്, എക്സ്റേസ്, ഇൻഫ്രാറെഡ് റേഡിയേഷൻ, ഇതെല്ലാമാണ് നമ്മുടെ ഓപ്ഷൻ ആയി കൊടുത്തിരിക്കുന്നത്. ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ, ഇതിൽ ഏത് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ആണ്? ക്രിസ്റ്റൽ ഡിഫ്രാക്ഷൻ പാറ്റേൺ എന്ന് നമ്മുടെ മനസ്സിലോട്ട് വരുമ്പോൾ തന്നെ നമുക്ക് ഉടനെ മനസ്സിലോട്ട് വരേണ്ട വേറൊരു ടേം ആണ് എക്സ്റേ ക്രിസ്റ്റലോഗ്രഫി. എന്താണ് എക്സ്റേ ക്രിസ്റ്റലോഗ്രഫി എന്നൊരു ഐഡിയ? ഈ എക്സ്റേ ക്രിസ്റ്റലോഗ്രഫി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ ടെക്നിക് യൂസ്ഡ് ടു ഡിറ്റർമിൻ ദ അറ്റോമിക് ആൻഡ് മോളിക്കുലാർ സ്ട്രക്ചർ ഓഫ് ക്രിസ്റ്റൽ. അപ്പൊ ക്രിസ്റ്റലിന്റെ അറ്റോമിക് ആൻഡ് മോളിക്കുലാർ സ്ട്രക്ചർ ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടി, അറ്റോമിക് ആൻഡ് മോളിക്കുലാർ സ്ട്രക്ചർ ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് എക്സ്റേ ക്രിസ്റ്റലോഗ്രഫി എന്ന് പറയുന്നത്. അപ്പൊ അവിടെ യൂസ് ചെയ്യുന്ന നമ്മുടെ ആ ഒരു ഇൻകമിങ് ആയിട്ടുള്ള എക്സ്റേ എന്ത് ചെയ്യുന്നു? ദേ ആർ സ്കാറ്റേർഡ് ബൈ ദി ഇലക്ട്രോൺസ് ഇൻ ദ ക്രിസ്റ്റൽ പ്രൊഡ്യൂസിങ് ഡിഫ്രാക്ഷൻ പാറ്റേൺ. ഓക്കെ, ആ വരുന്ന ഇൻകമിങ് ആയിട്ടുള്ള എക്സ്റേയുടെ വേവ് ലെങ്ത് എങ്ങനെയായിരിക്കണം? ഇറ്റ് മസ്റ്റ് ബി കമ്പയറബിൾ ടു ദ സ്പേസിംഗ് ബിറ്റ്വീൻ ദ ആറ്റംസ് ഇൻ എ ക്രിസ്റ്റൽ. ഓക്കെ, എക്സ്റേ വേവ് ലെങ്ത് മസ്റ്റ് ബി കമ്പയറബിൾ ടു ദ ഇൻകമിങ് എക്സ്റേയുടെ വേവ് ലെങ്ത് കമ്പയറബിൾ ടു സ്പേസിംഗ് ബിറ്റ്വീൻ ആറ്റംസ് ഇൻ എ ക്രിസ്റ്റൽ ആയിരിക്കണം. എക്സ്റേസ് എങ്ങനെയായിരിക്കണം? ദാറ്റ് എക്സ്റേസ് they will be scattered by the electrons in the crystal producing the diffraction pattern. അപ്പൊ ഈ ഭാഗത്ത് നമുക്ക് ഒരു ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ലോയും കൂടി പറഞ്ഞിട്ട് പോകാം. വാട്ട് യു മീൻ ബൈ ബ്രാഗ്സ് ലോ? ബ്രാഗ്സ് ലോ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും അല്ലേ? n lambda is equal to 2d sin theta. നമ്മളൊരു നോർമൽ വരയ്ക്കുന്നു. ഈ രണ്ട് പ്ലെയിനുകൾ തമ്മിലുള്ള അകലം നമ്മൾ സ്മോൾ ഡി എന്ന് മാർക്ക് ചെയ്യുന്നു. ഈ സ്മോൾ ഡി ആങ്സ്ട്രം റേഞ്ചിലായിരിക്കും. ഇതൊക്കെ നമുക്ക് ഇത് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ നമ്മൾ ഇന്റർപ്ലനാർ സ്പേസിങ് ഏത് റേഞ്ചിലായിരിക്കും? നാനോമീറ്റർ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, ഓപ്ഷൻ സെന്റിമീറ്റർ, മില്ലിമീറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് ആങ്സ്ട്രം റേഞ്ചിലായിരിക്കും ഈ ഒരു നമ്മുടെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലെയിൻസിന്റെ റേഞ്ച് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം വേവ് ലെങ്ത് എന്ന് പറയുന്നത് ഇന്റഗ്രൽ മൾട്ടിപ്പിൾ, വേവ് ലെങ്ത് ഇന്റഗ്രൽ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു 2d sin theta ആണ്. ഇതിനെ വിളിക്കുന്ന പേരാണ് ബ്രാഗ്സ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ബ്രാഗ്സ് ലോ ആയി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് ഒന്നും കൂടി വരാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ഈസ് യൂസ്ഡ് ഫോർ പ്രൊഡ്യൂസിംഗ് ക്രിസ്റ്റൽ ഡിഫ്രാക്ഷൻ പാറ്റേൺസ്? ഏതാണ് കറക്റ്റ് ആയ? ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ സ്ഥിതിക്ക് കറക്റ്റ് ആയ ആൻസർ പിടികിട്ടിയിട്ടുണ്ടായിരിക്കും. ഏതാണ്? ഓപ്ഷൻ ബി, എക്സ്റേസ് ആണ് കറക്റ്റ് ആയ ആൻസർ. ക്രിസ്റ്റൽ ഡിഫ്രാക്ഷൻ പാറ്റേൺ അറിയുന്നതിന് വേണ്ടി, പഠിക്കുന്നതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനിലെ എക്സ്റേകളെയാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ നാലാമത്തെ ക്വസ്റ്റ്യനും കഴിഞ്ഞു. അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകുന്നു. ദ സെൽഫ് ഡിസ്ട്രക്ഷൻ ഓഫ് ആൻ അൺസ്റ്റെബിലൈസ്ഡ് ട്രാൻസിസ്റ്റർ ബൈ തെർമൽ റൺഅവേ ഈസ് കോസ്ഡ് ബൈ. നോക്കൂ, ഇത് ട്രാൻസിസ്റ്ററിന്റെ ഒരു ഭാഗമാണ്. ട്രാൻസിസ്റ്ററിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യം നമ്മുടെ ആൽഫ ബീറ്റ അല്ലെ, ആ റേഞ്ചിലല്ല. എന്തുകൊണ്ട്? ദ സെൽഫ് ഡിസ്ട്രക്ഷൻ ഓഫ് ആൻ അൺസ്റ്റെബിലൈസ്ഡ് ട്രാൻസിസ്റ്റർ ബൈ തെർമൽ റൺഅവേ ഈസ് കോസ്ഡ് ബൈ. അപ്പൊ ആ ഒരു അൺസ്റ്റെബിലൈസ്ഡ് ട്രാൻസിസ്റ്ററിന്റെ സെൽഫ് ഡിസ്ട്രക്ഷൻ അതെങ്ങനെയാണ്? ടെമ്പറേച്ചർ കൂടുമ്പോ എന്ത് ചെയ്യുന്നു? കളക്ടർ കറന്റ് ടെൻഡ് ടു ഇൻക്രീസ് ഡ്യൂ ടു ട്രാൻസിസ്റ്റേഴ്സ് തെർമൽ ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പൊ ട്രാൻസിസ്റ്ററിന്റെ തെർമൽ ക്യാരക്ടറിസ്റ്റിക്സ് കാരണം എന്ത് സംഭവിക്കുന്നു? കളക്ടർ കറന്റ് increases. Collector current, what happens? Collector current increases. This increase in collector current എന്ത് ചെയ്യുന്നു? ആ കളക്ടർ കറന്റിൽ ഉണ്ടാകുന്ന ഇൻക്രീസ് മോർ പവർ ഡിസിപ്പേഷൻ ജനറേറ്റിംഗ് മോർ ഹീറ്റ്. അപ്പൊ കളക്ടർ കറന്റ് കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? പവർ ഡിസിപ്പേഷൻ അവിടെ കൂടും അല്ലെ? പവർ ഡിസിപ്പേഷൻ കൂടിക്കഴിഞ്ഞാൽ കൂടുതൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഇറ്റ് റിസൾട്ട് ഇൻ മോർ ഹീറ്റ്. ഓക്കെ, ആൻഡ് ഫർദർ ദർ ഹാപ്പൻസ് ആൻ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. സോ ഈ ഒരു തെർമൽ റൺഅവേക്ക് കാരണം എന്താണ്? ഓപ്ഷൻ സി, കളക്ടർ കറന്റ് ആണ് ഇതിന് കാരണം. കളക്ടർ കറന്റ് ഇൻക്രീസ് ആയാലാണ് പവർ ഡിസിപ്പേഷൻ കൂടി, ഹീറ്റ് കൂടി, ദർ ഹാപ്പൻസ് എ തെർമൽ റൺഅവേ or an unstabilized transistor, and the correct answer is the option C is the correct answer, collector current. Okay, ഈ ക്വസ്റ്റ്യനും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓസിലേറ്റർ ഇൻ ആൻ ഇലക്ട്രോണിക് സർക്യൂട്ട് ഈസ് യൂസ്ഡ് ഫോർ. ഒരു ഓസിലേറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ മനസ്സിലൊക്കെ ആദ്യം ഓടി വരുന്നത്?
ഓസിലേറ്റർ ഈസ് ആക്ച്വലി നമുക്ക് ഓസിലേറ്ററിന്റെ ഒരു ഹൃദയഭാഗം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ഓസിലേറ്ററിലെ ടാങ്ക് സർക്യൂട്ട് ആണ് അല്ലെ. ഓസിലേറ്റേഴ്സ് പല രീതിയിലുണ്ട്. ഹാർട്ട്ലി ഓസിലേറ്റർ ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് കോൾപിറ്റ്സ് ഓസിലേറ്റർ ഉണ്ട്. ഹാർട്ട്ലി ഓസിലേറ്റർ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് കോൾപിറ്റ്സ് ഓസിലേറ്റർ. ഓസിലേറ്ററിന്റെ പ്രധാനപ്പെട്ട ഹൃദയഭാഗം എന്ന് പറയുന്നത് ടാങ്ക് സർക്യൂട്ട് ആണ്. അതായത് കപ്പാസിറ്ററും ഇൻഡക്ടറും ഉള്ള ടാങ്ക് സർക്യൂട്ട് ആണ് നമ്മുടെ ഓസിലേറ്ററിന്റെ പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത്. ഓസിലേറ്റർ DC-നെ AC ആയി കൺവേർട്ട് ചെയ്യും. അതായത് ഓസിലേറ്റർ സൈൻ വേവിനെ ജനറേറ്റ് ചെയ്യും. ഓക്കെ, ജനറേറ്റിംഗ് സൈൻ വേവ്, സ്ക്വയർ വേവ് ഓർ ട്രയാങ്കുലർ വേവ് ആണ് നമ്മുടെ ഈ ഒരു ഓസിലേറ്ററിന്റെ പണി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഓസിലേറ്ററിൽ നമുക്ക് പ്രധാനമായിട്ടും വരുന്നത് എന്താണ്? ഓസിലേറ്ററിന്റെ ഇലക്ട്രോണിക് സർക്യൂട്ട് ഈസ് യൂസ്ഡ് ഫോർ എനർജി കൺവേർഷൻ ആണോ, എനർജി പ്രൊഡക്ഷൻ ആണോ, എനർജി ഡിസ്ട്രക്ഷൻ ആണോ, നോ ഇഫക്റ്റ് ആണോ? നോക്കൂ, ഓസിലേറ്ററി ഇലക്ട്രോണിക് സർക്യൂട്ട് ഈസ് യൂസ്ഡ് ഫോർ, നമ്മൾ കണ്ടു, ഇറ്റ് ഈസ് DC കൺവേർട്ടിംഗ് DC to AC. സോ ഇറ്റ്സ് ഓപ്ഷൻ എ, ദാറ്റ് ഈസ് എനർജി കൺവേർഷൻ. എനർജി കൺവേർഷൻ 6th ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആയ ആൻസർ ഓപ്ഷൻ എ ആണ്. അതും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇലക്ട്രോണിക്സ് 2 ക്വസ്റ്റ്യൻ നമുക്ക് ഇപ്പോഴേ കിട്ടിക്കഴിഞ്ഞു. അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഐഡന്റിഫൈ ദ റീസൺ ഫോർ ഗെറ്റിംഗ് ഡിഫറെന്റ് കളേഴ്സ് in the case of oil spread over water. So oil is spread over water, and what is the reason for getting different colors? Different colors, idu noku, idu thin film interference-umai light ന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയ പ്രോസസ് ആണല്ലേ ഇന്റർഫറൻസ് എന്ന് പറയുന്നത്. ഇന്റർഫറൻസ് നടക്കണമെങ്കിൽ കൊഹിറന്റ് സോഴ്സുകളിൽ നിന്നുള്ള ലൈറ്റ് ആയിരിക്കണം ഇന്റർഫറൻസ് നടക്കുക. കൊഹിറന്റ് സോഴ്സുകളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ തിൻ ഫിലിം ഇന്റർഫറൻസുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് ഈ പറയുന്ന നമ്മുടെ റിലേറ്റ് ചെയ്ത ഒരു ഐഡിയ ആണ് നമുക്ക് ഈ പറഞ്ഞത്. അതായത് വൈ ദർ ഈസ് ഡിഫറെന്റ് കളേഴ്സ് ഇൻ കേസ് ഓഫ് ഓയിൽ സ്പ്രെഡ് ഓവർ ദ വാട്ടർ. ഓക്കെ, സോ തിൻ ഫിലിം ഇന്റർഫറൻസ് ആയിട്ട് റിലേറ്റഡ് ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മളിത് പറഞ്ഞു. ഇതിന്റെ കറക്റ്റ് ആയ ആൻസർ ഇതിന് കാരണം നോൺ യൂണിഫോം തിക്നെസ് ആണോ, നോൺ യൂണിഫോം ഇൻക്ലിനേഷൻ ആണോ, അതോ നോൺ യൂണിഫോം തിക്നെസ് ആൻഡ് ഇൻക്ലിനേഷൻ? അത് നമുക്ക് ഇതേപോലെ തന്നെ 2 ലെയേഴ്സ് ഉണ്ട്. തിൻ ഫിലിം എന്ന് പറഞ്ഞാൽ തിൻ ഫിലിം വളരെ ചെറിയൊരു ഫിലിം പാളിയാണ്. എങ്കിൽ പോലും നമ്മൾ ചിത്രത്തിൽ വരയ്ക്കുമ്പോൾ ഇങ്ങനെ വൃത്തിയായി വലുതാക്കി വരച്ച് ഈ തിൻ ഫിലിമിൽ നടക്കുന്ന ഇന്റർഫറൻസ്, ഇതിന്റെ ഉള്ളിൽ നമുക്ക് എന്ത് വരും? ഈ മീഡിയത്തിൽ നിന്ന് ഈ മീഡിയത്തിലോട്ട് പോകുമ്പോൾ അവിടെ ഒരു റിഫ്രാക്ഷൻ വരും, അത് കഴിഞ്ഞ് ഇവിടെ റിഫ്ലക്ഷൻ വരും, പിന്നെയും ഒരു റിഫ്രാക്ഷൻ വരും അല്ലെ. ഇങ്ങനെയുള്ള പ്രോസസ്സുകളൊക്കെ നടക്കുന്നത് എന്തുകൊണ്ടാണ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇതിൽ കറക്റ്റ് ആയ ഓപ്ഷൻ വരിക ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് നോൺ യൂണിഫോം തിക്നെസ് ആൻഡ് ഇൻക്ലിനേഷൻ. ഇപ്പൊ നമ്മുടെ ചോദ്യം ഓയിൽ സ്പ്രെഡ് ഓവർ വാട്ടർ, ഓയിൽ സ്പ്രെഡ് ഓവർ വാട്ടർ വരുമ്പോ നമുക്ക് അറിയാലേ, നമ്മൾ ഈ റോഡുകളിലും ഒക്കെ നമ്മൾ മിറേജ് എന്ന് പറയുന്ന പ്രോസസ്സ് കാണുന്നതാണ്. സോ ഓയിൽ സ്പ്രെഡ് ഓവർ വാട്ടറിന് ഡിഫറെന്റ് കളേഴ്സ് കാണാൻ കാരണം റീസൺ ബിക്കോസ് ഓഫ് ദ നോൺ യൂണിഫോം തിക്നെസ് ആൻഡ് ഇൻക്ലിനേഷൻ. ദാറ്റ് ഈസ് ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. And this is a question related to the interference, that is also concerning with the properties of light. It's also a +2 level question. Light in different properties ഒക്കെ പഠിക്കുന്ന കാണുന്ന നമുക്ക് ഡിഫ്രാക്ഷൻ, അതുപോലെ തന്നെ ഇന്റർഫറൻസ് എന്താ, അതുപോലെ തന്നെ കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസും ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസും ഉണ്ട്. ഈ വക ഐഡിയാസ് ഒക്കെ അറിയുന്ന ഒരാൾക്ക് കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോകാം. 8ാമത്തെ ക്വസ്റ്റ്യൻ. Where do we find the maximum cosmic ray intensity? ഇതൊരു ജനറൽ ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്. മാക്സിമം കോസ്മിക് റേ ഇന്റൻസിറ്റി കാണുന്നത് എവിടെയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ബിറ്റ്വീൻ പോൾസ് ആൻഡ് ഇക്വേറ്റർ ആണോ, ഓപ്ഷൻ ബി ഇക്വേറ്റർ ആണോ, ഓപ്ഷൻ സി ജിയോ മാഗ്നറ്റിക് പോൾസ് ആണോ, ഓപ്ഷൻ ഡി ബിറ്റ്വീൻ സീ ലെവൽ ആണോ? അപ്പൊ മാക്സിമം കോസ്മിക് റേ ഇന്റൻസിറ്റി കാണുന്നത് എവിടെയാണ്? ജിയോ മാഗ്നറ്റിക് പോൾസിലാണ് മാക്സിമം കോസ്മിക് റേ ഇന്റൻസിറ്റി കാണുന്നത്. ഓക്കെ, അപ്പൊ അത് ഹൈ ഓൾട്ടിറ്റ്യൂഡിലായിരിക്കും. നമുക്ക് ഹൈ ഓൾട്ടിറ്റ്യൂഡിലും മാക്സിമം കോസ്മിക് റേ ഇന്റൻസിറ്റി കാണാം. അതുപോലെ തന്നെ പോൾസിലും നമുക്ക് മാക്സിമം കോസ്മിക് റേ ഇന്റൻസിറ്റി കാണാം. ഓക്കെ, അതിന് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോൾസിൽ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയായിരിക്കും? മാഗ്നറ്റിക് ഫീൽഡ് വീക്കസ്റ്റ് ആയിരിക്കും പോൾസിൽ ഉണ്ടാവുക. അതുകൊണ്ടാണ് നമുക്ക് ഈ കോസ്മിക് റേ ഇന്റൻസിറ്റി കൂടുതലായിട്ട് പോൾസിൽ കാണാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് അതാണ്, മാഗ്നറ്റിക് ഫീൽഡ് പോൾസിൽ കുറവായതുകൊണ്ട്. ഓക്കെ, സോ നമുക്കൊന്ന് റെപ്രസെന്റ് ചെയ്യാം, മാഗ്നറ്റിക് ഫീൽഡ്സ് കുറവായിരിക്കും പോൾസിൽ. ഓക്കെ, അപ്പോ അത് അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ജനറൽ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്.
അതുപോലെ തന്നെ ജിയോമാഗ്നറ്റിക് പോൾസ് ഒരു ഓപ്ഷൻ ആണ്. അതല്ലാതെ നമുക്ക് മാക്സിമം കോസ്മിക് റേ ഇന്റൻസിറ്റി വരുന്നത് എവിടെയാണ്? ഹൈ ഓൾട്ടിറ്റ്യൂഡ്സിലാണ്. എവിടെയാണ്? ഹൈ ഓൾട്ടിറ്റ്യൂഡ്സ്. അത് നമ്മളൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഇനി ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ചെയ്യണം. ഹൈ ഓൾട്ടിറ്റ്യൂഡ്സിലും മാക്സിമം കോസ്മിക് റേ ഇന്റൻസിറ്റി ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ 8ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ മെയിൻ സോഴ്സ് എനർജി സോഴ്സ് ഓഫ് സൺ? സണ്ണിന്റെ പ്രധാനപ്പെട്ട എനർജി സോഴ്സ് ഏതാണ്? അല്ലെ, സൺ അവിടെ പ്രകാശിച്ചു നിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് രാത്രിയും പകലും ലൈറ്റും എല്ലാം നമ്മുടെ പ്രോസസ്സുകളും എല്ലാം നടക്കാൻ നമുക്ക് സഹായമാകുന്നത്. നമ്മുടെ ഒരു പ്രധാനപ്പെട്ട എനർജി സോഴ്സ് ആയിട്ടുള്ള സൺ ഉള്ളത് കൊണ്ടാണ്. അതന്നെ വാട്ട് ഈസ് എ മെയിൻ എനർജി സോഴ്സ്? ഓർഗാനിക് ഫ്യൂവൽസ് ആണോ, റേഡിയേഷൻ ഫ്രം അതർ ഗാലക്സീസ് ആണോ, ഫ്യൂഷൻ റിയാക്ഷൻ ആണോ, ഫിഷൻ റിയാക്ഷൻ ആണോ? അപ്പൊ സണ്ണിൽ നടക്കുന്ന പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ലൈറ്റർ ന്യൂക്ലിയായി കൂടി ചേർന്ന് എന്താകുന്നു? ഒരു ഹെവി ന്യൂക്ലിയസ് ആകുന്നു. ദാറ്റ് പ്രോസസ് is known as fusion reaction, and fusion reaction is something that is happening in the sun for production of energy. Okay, what is fission? A heavy nuclei. It is actually splitting into 2 lighter nucleus. It's known as fission process. So but the energy source in sun is actually, it is fusion reaction. What is happening in the sun? That is hydrogen nuclei. They are fusing together to form the helium nucleus. Hydrogen nuclei, they are actually fusing to form the helium nucleus. ഓൾസോ ഈ നമ്മുടെ സണ്ണിൽ ഉണ്ടാകുന്ന എനർജി പ്രോസസ്സിന് നമുക്ക് വേറൊരു പേരിലും കൂടി വിളിക്കാം. ക്വസ്റ്റ്യൻ അങ്ങനെ ഒരു രീതിയിൽ വന്നാലും നമുക്ക് എഴുതാൻ അറിയണം. ദാറ്റ് ഈസ് proton chain reaction. It is otherwise called as proton chain reaction. So the answer for this question is option C, that is the fusion reaction. Next question, identify the weakest force. So പ്രകൃതിയിലെ നമുക്ക് 4 പ്രധാനപ്പെട്ട ഫോഴ്സുകളാണുള്ളത്. ആ 4 പ്രധാനപ്പെട്ട ഫോഴ്സുകളും ഇവിടെ നമ്മുടെ ഓപ്ഷൻസിൽ കൊടുത്തിട്ടുണ്ട്. ന്യൂക്ലിയർ ഫോഴ്സ് 2 രീതിയിലുണ്ട്. വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്, പിന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്, ദെൻ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഇതിൽ ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള ഫോഴ്സ് നമ്മുടെ ഏതാണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. അല്ലെ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള ഫോഴ്സ്. അതായത് 2 മാസുകൾ തമ്മിൽ M1 M2 എന്ന് പറയുന്ന 2 മാസുകൾ തമ്മിൽ ഉണ്ടാകുന്ന ഫോഴ്സ് ആണ് എന്ത്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് ഇതിൽ ഏറ്റവും വീക്കസ്റ്റ് ഫോഴ്സ്. സ്ട്രോങ്സ്റ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഈ ക്വസ്റ്റ്യന്റെ 10ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് 10th ക്വസ്റ്റ്യന്റെ ആൻസർ. അപ്പൊ അതും ഈ ഗ്രാവിറ്റേഷൻ എന്ന ഭാഗത്ത് അതും +1 +2 പഠിക്കുന്ന ഒരു ഏരിയ ആണ് ഗ്രാവിറ്റേഷൻ. അതിൽ നമ്മൾ ആദ്യം പഠിക്കുന്നതാണ് ബേസിക് ആയിട്ടുള്ള ഫോഴ്സുകൾ ഏതാണ്, അതിന്റെ ഒരു ഓർഡർ ഓഫ് എനർജിയിൽ ഏതാണ് ആ ഒരു ഓർഡർ എന്നുള്ളതൊക്കെ നമ്മൾ ആ ഒരു സെഷനിൽ പഠിക്കുന്ന കാര്യമാണ്. അപ്പൊ ആ ക്വസ്റ്റ്യനും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നോക്കൂ, എ പാർട്ടിക്കിൾ ഈസ് എക്സിക്യൂട്ടിംഗ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. വാട്ട് ഫ്രാക്ഷൻ ഓഫ് ടോട്ടൽ എനർജി ഈസ് കൈനറ്റിക് if the displacement is half the amplitude? ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണമെങ്കിൽ നമുക്ക് നമ്മുടെ ഇക്വേഷൻ ഒന്ന് അറിയണേ. കൈനറ്റിക് എനർജി ഓഫ് എ പാർട്ടിക്കിൾ എന്താണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്? സിമ്പിൾ ഹാർമോണിക് മോഷൻ. സോ 1/2 m omega square into a square minus x square. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഈ ഇക്വേഷൻ അറിഞ്ഞാലാണ് ഈ ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നു. വാട്ട് ഫ്രാക്ഷൻ ഓഫ് ടോട്ടൽ എനർജി ഈസ് കൈനറ്റിക്? കൈനറ്റിക് എനർജി ടോട്ടൽ എനർജിയുടെ എത്ര ഫ്രാക്ഷൻ ആണ്? ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെയാണെങ്കിൽ if displacement is half the amplitude, x is a/2, displacement is half the amplitude. കിട്ടിക്കഴിഞ്ഞു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 1/2 m omega square into a square minus a/2 the whole square is equal to 1/2 m omega square into a square minus a square by 4. So I am taking a square outside. 1/2 m omega square a square 1 minus 1/4, that is 4 minus 1/4. 4 എന്ന് ഓർത്താൽ 3. So 1/2 m omega square a square into 3/4. Okay, ഈ 1/2 m omega square a square എന്ന് പറയുന്നത് എന്താ? ടോട്ടൽ എനർജി into 3/4. That is kinetic energy is equal to ടോട്ടൽ എനർജിയുടെ 3/4 ആണ്
നമ്മുടെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ നോക്കൂ, 1/2, 0, 1/8, 3/4. The correct option is D ആണ്. 3/4 is the correct answer. ഓക്കെ, സോ അതും കഴിഞ്ഞു. നമ്മുടെ സിമ്പിൾ ഹാർമോണിക് മോഷനുമായി റിലേറ്റ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. ഇത് ബേസിക് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇക്വേഷൻ അറിയാതെ ഈ ക്വസ്റ്റ്യൻ തൊടാൻ നമുക്ക് പറ്റില്ല. ഇക്വേഷൻ നല്ലപോലെ പഠിച്ചു വെക്കണം. ½ m (a² - x² എന്നതാണ് ഇവിടെ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണ് എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകുന്നു. Which among the following is not the unit of time? ടൈമിന്റെ യൂണിറ്റ് അല്ലാത്തത് എന്നാണ് ചോദ്യം. ഒന്നാമതേ കടക്കുന്നുണ്ട് പാർസെക്. പാർസെക് എന്ന് പറയുന്നത് എന്തിന്റെ യൂണിറ്റാ? ഡിസ്റ്റൻസിന്റെ യൂണിറ്റാ പാർസെക് എന്ന് പറയുന്നത്. ഒരു പാർസെക് എന്ന് പറയുന്നത് 3.26 ലൈറ്റ് ഇയേഴ്സ് ആണ് ഒരു പാർസെക് എന്ന് പറയുന്നത്. ഈ പാർസെക്കിന് നമ്മൾ വേറൊരു പേര് പറയുന്നത് ഇറ്റ് ഈസ് പാരലാക്സ് സെക്കൻഡ് എന്നും പാർസെക്കിനെ പറയും. ബാക്കിയുള്ള 3 ആൾക്കാരും മില്ലി സെക്കൻഡ് ആവട്ടെ, ലൂണാർ മന്ത് ആവട്ടെ, സോളാർ ഡേ ആവട്ടെ, ഇതെല്ലാം സമയത്തെ കാണിക്കുന്ന യൂണിറ്റുകളാണ്. സമയത്തെ കാണിക്കുന്ന യൂണിറ്റ് അല്ലാത്തത് ഏതാണ്? പാർസെക് ആണ്. പാർസെക് ഡിസ്റ്റൻസിനെ കാണിക്കുന്ന യൂണിറ്റ് ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയ ആൻസർ. പാർസെക്, ഓപ്ഷൻ എ. ഓക്കെ, ഇത് നമ്മൾ ബേസിക് ആയിട്ടുള്ള യൂണിറ്റ് സിസ്റ്റം അല്ലെ, 7 ബേസിക് ആയിട്ടുള്ള യൂണിറ്റുകൾ ഏതാണ് അതൊക്കെ പഠിക്കുന്ന ഭാഗത്ത് പഠിക്കുന്നതാണ് ഈ ക്വസ്റ്റ്യൻ, ഈ ഒരു ഐഡിയ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകുന്നു. Which factor determine the difference between isothermal and adiabatic elasticity? Isothermal and adiabatic elasticity, gamma is equal to Cp divided by Cv. ഏതാണ്? റേഷ്യോ ഓഫ് വെലോസിറ്റീസ് ആണോ, റേഷ്യോ ഓഫ് ഡെൻസിറ്റീസ് ആണോ, റേഷ്യോ ഓഫ് സ്പെസിഫിക് ഹീറ്റ്സ് ആണോ, റേഷ്യോ ഓഫ് പ്രഷർ ആണോ? ഏതാണ്? ഓപ്ഷൻ സി ആണ് അല്ലെ, റേഷ്യോ ഓഫ് സ്പെസിഫിക് ഹീറ്റ്സ് ആണ് കറക്റ്റ് ആയ ആൻസർ. ഐസോതെർമൽ ഇലാസ്റ്റിറ്റി ആൻഡ് അഡിയബാറ്റിക് ഇലാസ്റ്റിറ്റി ഡിഫറൻസ്, that is gamma is Cp divided by Cv is the important idea, and option C is the correct answer. And this is a question that is related to thermodynamics. Okay, thermodynamics എന്ന് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതും ആക്ച്വലി +1 +2 ബുക്കില് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന ഒരു മൊഡ്യൂൾ പഠിച്ച ഒരാൾക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, മൂവിംഗ് ഓൺ ടു മൈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മോസ്റ്റ് പ്രോബബിൾ പൊസിഷൻ ഓഫ് എ പാർട്ടിക്കിൾ ഇൻ എ ബോക്സ് ഫോർ n = 1 സ്റ്റേറ്റ് ഈസ് അറ്റ്. ഇതൊരു +2 ലെവൽ ക്വസ്റ്റ്യൻ അല്ല, നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിന്റെ ഒരു ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. പാർട്ടിക്കിളിന്റെ ബോക്സിനെ കുറിച്ച് അറിയാവുന്ന ഒരു കുട്ടിക്ക് മാത്രമേ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കറിയാം പാർട്ടിക്കിളിന്റെ ബോക്സിന്റെ ഐഡിയാസ് ഒക്കെ നമുക്കറിയാം അല്ലെ. പാർട്ടിക്കിൾ ഇൻ ബോക്സ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് എ പാർട്ടിക്കിൾ ഈസ് ട്രാപ്ഡ് ഇൻ ബിറ്റ്വീൻ 0 to L. And actually this is the diagram representing the particle in a box, and the maximum probability for finding the particle is at L/2, that is at the center. Okay, this is something related to the particle in a box diagram. And the wave function psi is equal to √2/L sin n pi x/L. ഇതിന് നമ്മൾ നോർമലൈസ് ചെയ്തത് കണ്ടുപിടിച്ചതാണ് ഈ കോൺസ്റ്റന്റ് √2/L. അപ്പൊ ഇവിടുത്തെ നമ്മുടെ പാർട്ടിക്കിളിന്റെ ബോക്സിലെ നോർമലൈസേഷൻ കോൺസ്റ്റന്റ് √2/L ആണ്. വേവ് ഫംഗ്ഷൻ റെപ്രസെന്റ് ചെയ്യുന്ന ഇക്വേഷൻ പഠിക്കണം. psi is equal to √2/L sin n pi x/L. ഇതിൽ n = 1 ആവുന്ന കേസിൽ ഈ പാർട്ടിക്കിളിനെ കാണാനുള്ള മാക്സിമം സാധ്യത എവിടെയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. എവിടെയാണ്? അത് L/2ലാണ്. x is equal to L/2 എന്ന് പറയുന്ന റീജിയനിലാണ്, ഈ ഒരു പോർഷനിലാണ് അല്ലെ, ഈ ഒരു പോർഷനിലാണ്. സോ ഓപ്ഷൻ എ x = 0, b x = L/4, c x = L/2, d x = 3/4L. ഏതാണ് കറക്റ്റ് ആയ ആൻസർ? സി, x = L/2 ആണ് കറക്റ്റ് ആയ നമ്മുടെ ആൻസർ വരിക. അപ്പൊ അത് ക്വാണ്ടം മെക്കാനിക്സ് ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നേ. നമ്മൾ ഒന്ന് ബേസിക് ക്വാണ്ടം മെക്കാനിക്സ് ഒന്ന് പഠിക്കണം. നോർമലൈസേഷൻ ഓഫ് എ വേവ് ഫംഗ്ഷൻ, എന്താണ് ഒരു ക്വാണ്ടം മെക്കാനിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത്, വേവ് ഫംഗ്ഷൻ psi എന്ന് പറയുന്നത് എന്താണ്, അതിന്റെ പ്രോപ്പർട്ടീസ് അല്ലെ. പ്രോപ്പർട്ടീസ് ഒരു 3-4 പ്രോപ്പർട്ടീസ് ഉണ്ട് വേവ് ഫംഗ്ഷൻ psiന്. ആ പ്രോപ്പർട്ടീസ്, അതുപോലെ തന്നെ കോംപ്റ്റൺ ഇഫക്റ്റ്, അങ്ങനെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയി ക്വാണ്ടം മെക്കാനിക്സിൽ വരുന്ന പ്രിൻസിപ്പിൾസ് നമ്മൾ പഠിച്ചിരിക്കുന്നത് വേണം. എന്നാലേ നമുക്ക് ആ ഒരു ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോകുന്നു. ഹൗ മച്ച് എനർജി ഈസ് റിക്വയർഡ് ടു നോക്ക് ഔട്ട് ആൻ ഇലക്ട്രോൺ ഫ്രം ദ ഇന്നർമോസ്റ്റ് ഓർബിറ്റ്? നോക്കൂ, അത് നമ്മൾ വിളിക്കുന്ന പേരാണ് എനർജി റിക്വയർഡ് ടു റിമൂവ് ആൻ ഇലക്ട്രോൺ
from the innermost orbit of a hydrogen atom is known as എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ടായിരിക്കും. എന്തായാലും വിളിക്കുക ionization energy. It is known as ionization energy. E is equal to minus 13.6 divided by n square electron volt, EV. N equal to 1 ആണ്. So minus 13.6 divided by 1. അപ്പൊ എന്ത് കിട്ടും? മൈനസ് 13.6 കിട്ടും. ഇതിന് അഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ എനർജി യൂസ് ചെയ്യണം അല്ലെ, പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. നോക്ക് ഔട്ട് ആൻ ഇലക്ട്രോൺ ഫ്രം ദ ഇന്നർമോസ്റ്റ് ഓർബിറ്റ് എന്ന് പറയുമ്പോൾ ഇതിന് പ്ലസ് ആണ് ആൻസർ വരിക, അതായത് ഓപ്പോസിറ്റ് ആയിട്ടുള്ള എനർജി അല്ലെ. സോ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. 13.6 ഇലക്ട്രോൺ വോൾട്ട് ഈസ് ദ കറക്റ്റ് ആൻസർ. ഇതും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇതും നമ്മള് ബേസിക് ആയിട്ടുള്ള മോഡേൺ ഫിസിക്സിന്റെ ബേസിക് ആയിട്ടുള്ള ഐഡിയ അത് പഠിച്ചു കഴിഞ്ഞാൽ, ആർതർ ബേസറിന്റെ ബുക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ഒരുപാട് ബേസിക് ആയിട്ടുള്ള ഐഡിയാസ് കിട്ടുന്നതാണ് ആർതർ ബേസറിന്റെ ബുക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അതിലുണ്ട് ഈ ഐഡിയാസ് ഒക്കെ. അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. Which observation led to the discovery of deuterium by Harold Urey in 1932? അദ്ദേഹത്തിന് നൊബേൽ പ്രൈസ് കിട്ടിയതാണ് 1934 ഈ ഡിസ്കവറിക്ക്. അപ്പോ ഏത് ഒബ്സർവേഷൻ ആണ് ഈ ഡിസ്കവറി ഓഫ് ഡ്യൂട്ടീരിയത്തിന് കാരണമായത് എന്നാണ്. ഡ്യൂട്ടീരിയം നമുക്കറിയാം, ഡ്യൂട്ടീരിയം ഇറ്റ് ഹാസ് 1 proton plus 1 neutron അല്ലെ, ഡ്യൂട്ടീരിയം എന്ന് പറയുന്നത് നമ്മുടെ ആളുടെ അടുത്ത്. സോ ഈ ഹാരോൾഡ് യൂറി ഈ ഡിസ്കവറിക്ക് ലീഡ് ചെയ്തത് ഡിഫറൻസ് ഇൻ മാസ് ആണോ, ഡിഫറൻസ് ഇൻ വേവ് ലെങ്ത് ആണോ, ഡിഫറൻസ് ഇൻ ഫീൽഡ് ഇഫക്റ്റ് ആണോ, ഡിഫറൻസ് ഇൻ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ആണോ? ഹൈഡ്രജൻ സ്പെക്ട്രത്തിന്റെ വേവ് ലെങ്ത്തിൽ ഉണ്ടാകുന്ന ഡിഫറൻസ് ആണ് അല്ലെ ഈ ഒരു ഡിസ്കവറിക്ക് അദ്ദേഹത്തിന് വഴിതെളിച്ചത്. ദാറ്റ് ഈസ് ഡിസ്കവറി ഇൻ വേവ് ലെങ്ത് ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയ ആൻസർ. ഓക്കെ, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയ ആൻസർ. ഇനി നമ്മൾ അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോകുന്നു. 2 charges 4e and e are separated by a distance a. 4e and e, they are separated by a distance a. Then what happens? Where a third charge q should be placed. അതായത് ഇയും ഉണ്ട് 4eയും ഉണ്ട് ഇയും ഉണ്ട് എങ്കിൽ പോലും ആൻസേഴ്സ് ഫ്രം ഇ ആയതുകൊണ്ട് I am first drawing e. So there is e and 4e. And I have to keep a third charge, place a third charge where a third charge q should be placed to keep the equilibrium. That is, I am placing q here. So my total distance is actually a ആണ് അല്ലെ. ഈ a ആണ് ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇവിടെ ടോട്ടൽ ഡിസ്റ്റൻസ് ഞാൻ x ആയി കണക്കാക്കുന്നു. ടോട്ടൽ ഡിസ്റ്റൻസ് a ആണ് തന്നിട്ടുണ്ട്, ബൈ എ ഡിസ്റ്റൻസ് a എന്നുള്ളത്. അപ്പൊ ഈ ഡിസ്റ്റൻസ് എന്താണ്? a മൈനസ് എക്സ് ആണ്. ഇക്വലിബ്രിയത്തിൽ ആവുക പറയുമ്പോൾ എന്താണ്? ഈ ഒരു പോർഷനും നമുക്ക് ഈക്വൽ അല്ലെ. ഈ ഒരു സെന്ററിൽ നിന്ന് ഈ ഒരു പോർഷനും ഈക്വൽ ആയി കഴിഞ്ഞാൽ അത് ഇക്വലിബ്രിയത്തിലാണ് എന്ന് നമുക്ക് പറയാം. അപ്പൊ നമുക്ക് നമ്മുടെ കൊളൂംസ് ലോ യൂസ് ചെയ്യാം അല്ലെ. 1/4πε0 ഫസ്റ്റ് ഈ ഒരു സെക്ഷനിൽ യൂസ് ചെയ്യാം. ഈ ഒരു സെക്ഷനിൽ യൂസ് ചെയ്യുമ്പോൾ സെക്ഷൻ 1ൽ നിന്ന് 2 ചാർജ് QE ഡിവൈഡഡ് ബൈ R സ്ക്വയർ എന്നാണ്. അപ്പൊ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 1/4πε0 4e into q അല്ലെ. 4eq ഡിവൈഡഡ് ബൈ എന്ത് കിട്ടും നമുക്ക്? എക്സ് സ്ക്വയറിന് ഭാഗത്ത് a മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. 1/4πε0 QE ഇവരെല്ലാം ക്യാൻസൽ ചെയ്യും. അങ്ങനെ നമുക്ക് എന്ത് കിട്ടും? 1/x square is equal to 4/a minus x the whole square എന്ന് കിട്ടും. നമ്മൾ സ്ക്വയർ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ 1/x is equal to 2 divided by a minus x എന്ന് കിട്ടും. അപ്പോ a minus x is equal to ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. a minus x is equal to 2x എന്ന് കിട്ടും. So a is equal to 3x എന്ന് കിട്ടും. x equal to a/3. അപ്പൊ ഇക്വലിബ്രിയത്തിൽ ആവണമെങ്കിൽ ഈ q എന്ന് പറയുന്ന ചാർജിനെ ഇയിൽ നിന്ന് അതാണ് ഈ ആദ്യം വരച്ച ഇയിൽ നിന്ന് a/3 അകലം വെച്ചാലാണ് ഈ ഒരു ചാർജ് സിസ്റ്റം ഇക്വലിബ്രിയത്തിൽ ആവുകയുള്ളൂ. ഓക്കെ, ഇക്വലിബ്രിയത്തിൽ ആവുകയുള്ളൂ. ദാറ്റ് ഈസ് a/3 ഫ്രം e. ഓപ്ഷൻ എ is the correct answer. a/3 from e is the correct answer. Next question, identify the quark having greatest rest mass. Greatest rest mass ഉള്ള ക്വാർക്ക് അല്ലെ. ക്വാർക്ക് ഏതാണെന്ന് നമ്മളോട് ചോദിക്കേണ്ടത്. നമുക്കറിയാം പ്രോട്ടോൺ ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് UUD പറഞ്ഞ ക്വാർക്കാണ്. ക്വാർക്കുകൾ ആക്ച്വലി അപ്പ് ക്വാർക്ക് ഉണ്ട്, ഡൗൺ ക്വാർക്ക് ഉണ്ട് ഇല്ലേ, പിന്നെ സ്ട്രെയിഞ്ച് ക്വാർക്ക് ഉണ്ട്, പിന്നെ ബോട്ടം ക്വാർക്ക് ഉണ്ട്, പിന്നെ നമുക്ക് ടോപ്പ് ക്വാർക്ക് ഉണ്ട്, പിന്നെ
ചാമുണ്ട്, അതുപോലെ തന്നെ ചാമുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ഡിഫറെന്റ് ക്വാർക്സ് എന്ന് പറയുന്നത്. അപ്പൊ അന്ന് അതുവരെ നമ്മൾ പ്രോട്ടോണും ന്യൂട്രോണും ഒക്കെയാണ് ബേസിക് ആയിട്ടുള്ള ആൾക്കാരെന്ന് നമ്മൾ വിചാരിച്ചു പോകും. അതിനുശേഷമാണ് ഈ പ്രോട്ടോൺ ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ആയ ക്വാർക്കുകൾ കൊണ്ടാണ് പിന്നീടാണ് കണ്ടെത്തിയത്. അതിലെ പ്രോട്ടോൺ എന്ന് പറയുന്നത് UUD എന്ന് പറയുന്നത് 2 അപ്പ് ക്വാർക്കും ഒരു ഡൗൺ ക്വാർക്കും കൂടി ചേർന്നതാണ് നമ്മുടെ പ്രോട്ടോൺ എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഗ്രേറ്റസ്റ്റ് റെസ്റ്റ് മാസ് ഉള്ളത് ആർക്കാന്നാണ്. ഗ്രേറ്റസ്റ്റ് റെസ്റ്റ് മാസ് ആക്ച്വലി ബോട്ടം ക്വാർക്കിനാണുള്ളത്. ഓക്കെ, ബോട്ടം ക്വാർക്കിനാണ് ഗ്രേറ്റസ്റ്റ് റെസ്റ്റ് മാസ് ഉള്ളത്. 4.1 ജിഗാ ഇലക്ട്രോൺ വോൾട്ട് ബൈ C². അപ്പൊ C² ആണ് നമ്മുടെ ബോട്ടം ക്വാർക്കിന്റെ റെസ്റ്റ് മാസ് എന്ന് പറയുന്നത്. ഓക്കെ, സ്ട്രെയിഞ്ചിന്റെ 95 ആണ്. സ്ട്രെയിഞ്ചിന്റെ 95 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ബൈ C². അപ്പിന്റെ 2.2 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ബൈ C². ഡൗണിന്റെ 4.7 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ബൈ C². ബോട്ടത്തിന്റെ 4.1 ആണ്, എങ്കിൽ പോലും അത് ജിഗ ആണ്. അപ്പൊ അത് മെഗാനേക്കാൾ കൂടുതലാണ് ജിഗ, അല്ലെ? അപ്പൊ ജിഗ ഇലക്ട്രോൺ വോൾട്ട് പെർ C². ഓപ്ഷൻ D is the correct answer. Next question. Which among the following is a 3-level laser? ഒരു 3-level laser ആരാന്ന ക്വസ്റ്റ്യൻ. Which among the following is a 3-level laser എന്നാണ് ക്വസ്റ്റ്യൻ. ഹീലിയം നിയോൺ ലേസർ. ഹീലിയം നിയോൺ ലേസർ is a 3-level laser ആണ്. Then ruby laser is a 3-level laser ആണ്. സെമി കണ്ടക്ടർ ലേസർ ഏതാണ്? നമുക്ക് സെമി കണ്ടക്ടർ ലേസർ 4-level laser ആണ്. നിയോഡൈമിയം യാഗ് ലേസർ ഏതാണ്? 4-level laser ആണ്, അല്ലെ? So which among the following is a 3-level laser എന്ന ക്വസ്റ്റ്യന് നമുക്ക് ഏത് എഴുതാം ആൻസർ? റൂബി ലേസർ is a 3-level laser. Okay. Next question. Identify the multi-vibrator which generates square waves of its own. എന്നാണ് ക്വസ്റ്റ്യൻ. A bistable, B stable, C monostable and D on-stable. So multi-vibrators എന്ന് പറയുന്ന സെഷൻ ആണ് ഇത്. ഇലക്ട്രോണിക്സുമായി റിലേറ്റ് ചെയ്ത് തന്നെയാണ്. multi-vibrator actually non-sinusoidal waveforms ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് multi-vibrators എന്ന് പറയുന്നത്. non-sinusoidal waveforms. അതില് സ്റ്റേബിൾ multi-vibrator പ്രൊഡ്യൂസ് ചെയ്യുക സ്ക്വയർ വേവിനെയാണ്, സ്ക്വയർ വേവ്. Then monostable multi-vibrators they produce rectangular or square waves. Mainly rectangular waves. Okay. Then comes the bistable. Bistable is also a square wave generator. So which among the following generate square wave of its own? എന്നൊരു ഓപ്ഷൻ കൂടി ഉണ്ട്. സ്ക്വയർ വേവ് ഓഫ് ഇറ്റ്സ് ഓൺ, സ്വയം അത് സ്ക്വയർ വേവിന് ജനറേറ്റ് ചെയ്യുന്നത് എസ്റ്റേബിൾ ആണ്. എസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ ആണ്. ഇതിന്റെയൊക്കെ ഔട്ട്പുട്ട് ഈവൻ സ്ക്വയർ വേവ് ആണെങ്കിലും നമുക്ക് പുറത്തുനിന്ന് നമുക്ക് ഒരു എക്സ്റ്റേണൽ ട്രിഗർ കൊടുക്കണം. എസ്റ്റേബിൾ ഇസ് ആക്ച്വലി ഇറ്റ് ഈസ് പ്രൊഡ്യൂസിംഗ് ദ സ്ക്വയർ വേവ്സ് ഓഫ് ഇറ്റ്സ് ഓൺ. ഇതും ഇലക്ട്രോണിക്സിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്, ഈ പറഞ്ഞ ക്വസ്റ്റ്യനും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ അത് തെർമോഡൈനാമിക്സ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇഫ് ആൻ adiabatic expansion, in adiabatic expansion, let U1 and U2 be the internal energies of the initial and final state, which is the correct expansion. U1 ഉം U2 ഉം ഒരു ഇന്റേണൽ എനർജീസ് ആണ്, റെപ്രസെന്റിംഗ് ഇനീഷ്യൽ ആൻഡ് ഫൈനൽ സ്റ്റേറ്റ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഏതാണ് കറക്റ്റ് ആയ എക്സ്പ്രഷൻ എന്നാണ് ക്വസ്റ്റ്യൻ. എപ്പോഴും നമ്മുടെ ഇനീഷ്യൽ സ്റ്റേറ്റിന്റെ ഇന്റേണൽ, അതായത് ഇനീഷ്യൽ സ്റ്റേറ്റിന്റെ ഇന്റേണൽ എനർജി ഫൈനൽ സ്റ്റേറ്റിനേക്കാൾ എപ്പോഴും എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കും, അല്ലെ? ഇനീഷ്യൽ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു സിലിണ്ടർ, ഒരു പിസ്റ്റൺ ഉണ്ട്. നമുക്ക് ഇനീഷ്യൽ സ്റ്റേറ്റ് ഇങ്ങനെയാണെങ്കിൽ ഫൈനൽ സ്റ്റേറ്റിൽ അവിടെ ഒരു എക്സ്പാൻഷൻ നടന്നിട്ടുണ്ടായിരിക്കും, അല്ലെ? പിസ്റ്റൺ നമ്മൾ മുകളിലോട്ട് വരുന്നു, സോ U2 ആണ്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഇന്റേണൽ എനർജി കൂടുതൽ ഏത് സ്റ്റേറ്റിലാണ്? ഇനീഷ്യൽ സ്റ്റേറ്റിലാണ്, ഓഫ് കോഴ്സ്. സോ U1 is greater than U2. That is first option. Option A is the correct answer. U1 is greater than U2 is the correct answer. Option A. തെർമോഡൈനാമിക്സ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എൻട്രോപ്പിയുമായി തെർമോഡൈനാമിക്സ് തന്നെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ എൻട്രോപ്പി വെൻ 341.25 grams of ice at 0 degrees Celsius is converted into water at the same temperature? Latent heat of ice is 80 calorie by gram ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിൽ നമുക്ക് നോക്കാം. S is equal to delta Q by T ആണ് നമ്മുടെ ഇക്വേഷൻ, അല്ലെ? Q എന്ന് പറയുന്നത് നമുക്കറിയാം, Q is equal to mass into latent. Q is mass into latent heat of fusion. So what is actually mass into latent heat of fusion? That is 341.25 into 80. That is equal to 27300
കാലറി അല്ലെ. ഇതാണ് നമ്മുടെ Q എന്ന് പറയുന്നത്. ടെമ്പറേച്ചർ T is equal to നമുക്കറിയാം T നമ്മൾ കൺവേർട്ട് ചെയ്യണം. T is 273. 0 plus 273 that is 273 Kelvin. Then delta X is equal to എന്താണ് നമ്മുടെ ഇക്വേഷൻ നമ്മൾ ആദ്യമേ എഴുതി വെച്ചിട്ടുണ്ട്. ഡെൽറ്റ Q ഡിവൈഡഡ് ബൈ ഡെൽറ്റ T. ഡെൽറ്റ Q ഡിവൈഡഡ് ബൈ ഡെൽറ്റ T ആണ്. സോ 27300 divided by T, that is 273. That is equal to 100 calories by gram. അപ്പൊ ഓപ്ഷൻ ഏതാണ് കറക്റ്റ് ആയ ആൻസർ? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയ ആൻസർ. ഓക്കെ, ഓപ്ഷൻ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, what is the average Fermi energy at 0 Kelvin? Average Fermi energy at 0 Kelvin ഏതാണ് ക്വസ്റ്റ്യൻ? ഇതിന്റെ ആൻസർ എന്താ വരിക? ആവറേജ് Fermi energy at 0 Kelvin 3/5 EF ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയ ആൻസർ. 3/5 EF ആണ്. ഇനി വാട്ട് ഈസ് വാൻറ്റ ബ്ലാക്ക്? വാൻറ്റ ബ്ലാക്ക് കളർ നമ്മൾ ബെൻസ് വണ്ടിയുടെ ഒക്കെ വാൻറ്റ ബ്ലാക്ക് ആണ് അല്ലെ. വാൻറ്റ ബ്ലാക്കിന്റെ എക്സ്പാൻഷൻ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഏതാണ് നമ്മുടെ ഓപ്ഷൻ വരിക? വെർട്ടിക്കലി അലൈൻഡ് നാനോ ട്യൂബ് അറേസ് ആണ് അല്ലെ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയ ആൻസർ വാൻറ്റ ബ്ലാക്കിന്റെ. അടുത്ത ക്വസ്റ്റ്യൻ, അതൊക്കെ ജനറൽ ആയ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ ഒക്കെ നമുക്ക് ജനറൽ ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഹാപ്പൻസ് ടു ഗിബ്സ് ഫംഗ്ഷൻ ഇൻ എ ഫസ്റ്റ് ഓർഡർ ഫേസ് ചേഞ്ച്? ഒരു ഫസ്റ്റ് ഓർഡർ ഫേസ് ചേഞ്ചിൽ ഗിബ്സ് ഫംഗ്ഷൻ എന്ത് സംഭവിക്കും? ഫസ്റ്റ് ഓർഡർ ഫേസ് ചേഞ്ചും ഉണ്ട്, സെക്കൻഡ് ഓർഡർ ഫേസ് ചേഞ്ചും ഉണ്ട്. ഫസ്റ്റ് ഓർഡർ ഫേസ് ചേഞ്ചും നമ്മൾക്ക് നമ്മുടെ ഗിബ്സ് ഫംഗ്ഷന് എങ്ങനെയായിരിക്കും? ഗിബ്സ് ഫംഗ്ഷൻ കോൺസ്റ്റന്റ് ആയിരിക്കും എന്ന് അങ്ങനെ പഠിച്ചു വെക്കുക ഫസ്റ്റ് ഓർഡർ ഫേസ് ചേഞ്ചിൽ. സോ ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. 26th question, it is impossible to transfer heat from a cold body to a hot body without doing external work. This is, അപ്പൊ നമുക്ക് കെൽവിൻ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അല്ലെ. കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ക്ലോഷി സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഈ സ്റ്റേറ്റ്മെന്റുകളൊക്കെ വരുന്നത്. അതിൽ നമ്മളോട് പറയുന്നത് ഇമ്പോസിബിൾ ടു ട്രാൻസ്ഫർ ഹീറ്റ് ഫ്രം എ കോൾഡ് ബോഡി ടു എ ഹോട്ട് ബോഡി. അത് ഏത് സ്റ്റേറ്റ്മെന്റ്? ക്ലോഷർ സ്റ്റേറ്റ്മെന്റ് ആണ്. വിത്തൗട്ട് ഡൂയിങ് എക്സ്റ്റേണൽ വർക്ക് അല്ലെ. ക്ലോഷർ സ്റ്റേറ്റ്മെന്റ് ആണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ബയോഗ്യാസ് പ്രൊഡ്യൂസ്ഡ് ബൈ ആൻ അനൈറോബിക് ഡികമ്പോസിഷൻ ഓഫ് ഓർഗാനിക് മാറ്റേഴ്സ്. അനൈറോബിക് ഡികമ്പോസിഷൻ മീൻസ് വിത്തൗട്ട് ഓക്സിജൻ അല്ലെ. ബയോഗ്യാസ് പ്രൊഡ്യൂസ്ഡ് ബൈ അനൈറോബിക് ഡികമ്പോസിഷൻ ഓഫ് ഓർഗാനിക് മെറ്റീരിയൽസ് ഈതെയിൻ ആണോ, മീതെയിൻ ആണോ, കാർബൺ ഡയോക്സൈഡ് ആണോ, അമോണിയ ആണോ? ഏതാണ് കറക്റ്റ് ആയ ആൻസർ? ഓപ്ഷൻ ബി ആണ്, മീതെയിൻ ആണ്. 28, an electronic device that converts energy of light directly into electricity. ഫോട്ടോ ഡിറ്റക്ടർ ആണോ, ലേസർ ആണോ, ഫോട്ടോ വോൾട്ടേക് സെൽ ആണോ, മേസർ ആണോ? ലേസറും ഒന്നല്ല, നമുക്കറിയാം. എനർജി ഓഫ് ലൈറ്റ് ഡയറക്ട്ലി ടു ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് ആരാണ്? ഓപ്ഷൻ സി ആണ്, ഫോട്ടോ വോൾട്ടേക് സെൽ ആണ്. ഓക്കെ, വാട്ട് ഈസ് ദ നമ്പർ ഓഫ് ന്യൂക്ലിയൈ റിമൈനിങ് ആഫ്റ്റർ n half-life periods? Number of nuclei is remaining. അതിനൊരു ഇക്വേഷൻ ഉണ്ട്. n is equal to n0 1/2 whole raised to n എന്നാണ്. സോ ഇവിടെ നമുക്ക് തന്ന ഓപ്ഷനിൽ n0/2 raised to n, ക്യാപിറ്റൽ N is equal to n0/2 raised to n എന്നാണ് നമ്മുടെ ആൻസർ. അതായത് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഒബ്ജക്ട്സ് വിച്ച് ആർ കംപ്രൈസ്ഡ് ഓഫ് ഈവൻ നമ്പർ ഓഫ് ഫെർമിയോൺസ് കംസ് അണ്ടർ ദ കാറ്റഗറി. ഈവൻ നമ്പർ ഓഫ് ഫെർമിയോൺസ് എന്ന് പറയുമ്പോൾ അത് ഏത് കാറ്റഗറിയിലാണ് വരിക? ബോസോൺസ് ആണ് അല്ലെ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ സോൺ പ്ലേറ്റ് ആൻഡ് എ കോൺവെക്സ് ലെൻസ്? ഒരു സോൺ പ്ലേറ്റും ഒരു കോൺവെക്സ് ലെൻസ് നമ്മളെ ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഒരു സോൺ പ്ലേറ്റിന് എത്ര ഡിഫറെന്റ് ഫോക്കസ് ഉണ്ടായിരിക്കും അല്ലെ. കോൺവെക്സ് ലെൻസിന് ഒറ്റ ഫോക്കസേ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോ ഈ സോൺ പ്ലേറ്റും കോൺവെക്സ് ലെൻസും ഡിഫറൻസ്, പ്രധാനപ്പെട്ട ഡിഫറൻസ്, ഓപ്ഷൻ എ സോൺ പ്ലേറ്റ് ഹാസ് 1 focal length, കോൺവെക്സ് ലെൻസ് ഹാസ് നമ്പർ ഓഫ് ഫോക്കൽ ലെങ്ത്. തെറ്റാണ്. ബോത്ത് ഓഫ് ദം ഹാവ് 1 focal length. തെറ്റാണ്. സോൺ പ്ലേറ്റ് ഹാവ് നമ്പർ ഓഫ് ഫോക്കസ്. അത് ഫോക്കസ് നമ്മൾ അതിന്റെ പറയും, ഫോക്കസ് ഡിഫറെന്റ് ആയിട്ടുള്ള ആളെ. സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയ ആൻസർ. സോൺ പ്ലേറ്റ് ഹാസ് നമ്പർ ഓഫ് ഫോസൈ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഈസ് ദ എമിഷൻ ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസ് പ്രൊഡ്യൂസ്ഡ്? എമിഷൻ എങ്ങനെയാണ്? എമിഷൻ ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസ് എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളതാണ്. ഇലാസ്റ്റിക് കൊളീഷൻ ആണ് അല്ലെ. ഫോട്ടോ ഇലക്ട്രോൺസ് ഉണ്ടാവണമെങ്കിൽ there must happen an elastic collision between a photon and an electron. There must happen an elastic collision between a photon and an electron. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മൊമെന്റം ഓഫ് ഗാമ റേ ഫോട്ടോൺ ഹാവിംഗ് വേവ് ലെങ്ത് 10⁻⁻10 മീറ്റർ? അപ്പൊ നമുക്കറിയാം ഡി ബ്രോഗ്ലി, ലാംഡ ഇസ് ഇക്വൽ ടു h/p. ഡി ബ്രോഗ്ലി വേവ്സിന്റെ ഇക്വേഷൻ. സോ h/p തന്നിട്ടുണ്ട് അല്ലെ. p
P തന്നിട്ടുണ്ട് നമുക്ക് ഇതിൽ നമുക്ക് ഒരു കാര്യം കിട്ടും എന്ത് P is equal to h by lambda, that is h by 10 raised to minus 10, that is h into 10 raised to 10 എന്ന് കിട്ടും അല്ലെ. h into 10 raised to 10, അതായത് ഓപ്ഷൻ B is the correct answer. Next, option B is the correct answer. The couple per unit twist for a hollow cylinder and a solid cylinder is C1 and C2 respectively. Choose the correct expression. Hollow cylinder അതുപോലെ തന്നെ ഏതുണ്ട് നമ്മുടെ സോളിഡ് സിലിണ്ടറും ഉണ്ട്. അതിന് ഏതിനായിരിക്കും നമ്മുടെ കപ്പിൾ പെർ യൂണിറ്റ് ട്വിസ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കപ്പിൾ പെർ യൂണിറ്റ് ട്വിസ്റ്റ് അത് കൂടുതൽ ആർക്കായിരിക്കും ഹോളോ സിലിണ്ടറിനായിരിക്കും. ദാറ്റ് ഈസ് C1 is greater than C2. C1 is greater than C2. Option D is the correct answer. Next comes 35. Which one contributes the maximum to the density of the universe? Visible matter ആണോ, solids and liquids ആണോ, dark matter ആണോ, അതുപോലെ തന്നെ gas and biomass ആണോ? ഏതാണ് കറക്റ്റ് ആയ ആൻസർ വരിക? ഡാർക്ക് മാറ്റർ ആണ് അല്ലെ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയ ആൻസർ വരിക. ഓക്കെ, ഇതെല്ലാം ജനറൽ ആയ ഒരു ഐഡിയാസ് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലാർജ് ഹാഡ്രോൺ കൊളൈഡർ ഈസ് സിറ്റുവേറ്റഡ് അറ്റ്. ലാർജ് ഹാഡ്രോൺ കൊളൈഡർ നമുക്കറിയാം ദൈവഗണങ്ങളുടെ കണ്ടുപിടുത്തം നടത്തി അല്ലെങ്കിൽ നടന്ന ആ ഒരു പരീക്ഷണമൊക്കെ നടന്നു കഴിഞ്ഞാൽ ലാർജ് ഹാഡ്രോൺ കൊളൈഡർ സ്ഥിതി ചെയ്യുന്നത് ISRO-ലാണോ, അതുപോലെ CERN-ലാണോ, VSSC ആണോ, INFN ആണോ എന്നാണ് ക്വസ്റ്റ്യൻ. ഏതാണ് ആൻസർ? കറക്റ്റ് ആയ ആൻസർ വരിക CERN ആണ് അല്ലെ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയ ആൻസർ. ഇതും അതുപോലെ തന്നെ ജനറൽ ആയ ഐഡിയാസ് നമുക്ക് ഒരു ജനറൽ ഐഡിയ ഉണ്ടെങ്കിലാണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യനും അങ്ങനെ തന്നെയാണ് കേട്ടോ. ലിറ്റിൽ ബോയ് ഇസ് ദ നെയിം ഓഫ് ലിറ്റിൽ പ്ലാനറ്റ് ആണോ, TNT ആണോ, ഹൈഡ്രജൻ ബോംബാണോ, ആറ്റം ബോംബാണോ? ലിറ്റിൽ ബോയ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ നെയിം ഓഫ് ആറ്റം ബോംബ് അല്ലെ. ആറ്റം ബോംബിന്റെ ഒരു നെയിമാണ് ലിറ്റിൽ ബോയ് എന്ന് പറയുന്നത്. ഇതെല്ലാം ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. Next question 38. What is the name given to line drawn through the different places having the same declination? Same declination. ഇത് ആക്ച്വലി ഒരു മാത്തമാറ്റിക്സുമായി റിലേറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോ ഇത് നമുക്ക് ലൈൻസ് ഡ്രോൺ ത്രൂ ഡിഫറെന്റ് പ്ലേസസ് ഹാവിംഗ് സെയിം ഡിക്ലിനേഷൻ ആവുന്ന പോയിന്റ്സ് തമ്മിൽ വരയ്ക്കുന്ന ലൈനിനെ വിളിക്കുന്ന പേര് ഐസോഗോണിക് ലൈൻസ് എന്നാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ന്യൂ റെസിസ്റ്റൻസ് ഓഫ് എ വയർ ഓഫ് റെസിസ്റ്റൻസ് R drawn n times its original length? ഇത് നമുക്ക് റെസിസ്റ്റൻസിന്റെ സീരീസ് കണക്ഷൻ, പാരലൽ കണക്ഷൻ അല്ലെ. R is equal to resistance R is equal to rho into L by A എന്നുള്ള ഇക്വേഷൻ, ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ് അല്ലെ. What is the new resistance of a wire of resistance R drawn n times its original length? Original length in the n times എന്ന് പറയുമ്പോൾ ഓപ്ഷൻ എ n² R ആണ് കറക്റ്റ് ആയ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. received Nobel Prize for the discovery of photoelectric effect. Photoelectric effectന്റെ കണ്ടുപിടുത്തം മീൻസ് ഒരു ക്വാണ്ടം മെക്കാനിക്കൽ ബാക്ക്ഗ്രൗണ്ട് കൊടുത്തതിന് നൊബേൽ പ്രൈസ് കിട്ടിയത് നമ്മുടെ ഐൻസ്റ്റീൻ ആണ്. അതറിയാവുന്ന എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് ഫോട്ടോഇലക്ട്രിക് ഇഫക്റ്റിന്റെ ഒരു ക്വാണ്ടം മെക്കാനിക്കൽ ഐഡിയ. ഈവൻ തോ ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിലോട്ട് വരിക ഒരു ട്രെയിൻ അങ്ങോട്ട് പോകുന്നു, ഒരു ട്രെയിൻ ഇങ്ങോട്ട് പോകുന്നു, റിലേറ്റിവിറ്റി, ഇതൊക്കെയാണ് നമുക്ക് മനസ്സിലേക്ക് വരിക. എങ്കിൽ പോലും അദ്ദേഹത്തിന് നൊബേൽ പ്രൈസ് കിട്ടിയത് ഫോട്ടോഇലക്ട്രിക് ഇഫക്റ്റിന്റെ ക്വാണ്ടം മെക്കാനിക്കൽ ഐഡിയയുടെ ആ ഒരു പ്രസന്റേഷൻ ആണ്. ആ ഫോട്ടോഇലക്ട്രിക് ഇഫക്റ്റുമായി ഇമ്പോർട്ടന്റ് ആയ റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ h nu is equal to 5 plus half mv² എന്നാണ്. where phi is known as the work function. work function എന്നാണ് നമ്മൾ ഫൈനെ വിളിക്കുന്ന പേര്. phi is equal to h nu 0. ഇതാണ് ഇമ്പോർട്ടന്റ് ആയ ഐഡിയ. Always this nu must be greater than or equal to nu 0, then only this photoelectric effect happens. അല്ലേ? നമ്മുടെ ഒരു ഇൻകമിംഗ് ആയിട്ടുള്ള ഒരു റേ, ഇൻകമിംഗ് ആയിട്ടുള്ള ആള് നമ്മുടെ മെറ്റീരിയൽ നിന്ന് ഇലക്ട്രോണിനെ പുറത്തോട്ടിടുന്നു. ദാറ്റ് ഈസ് ആ പുറത്തേക്ക് വരുന്ന ഇലക്ട്രോണിനെ വിളിക്കുന്ന പേരാണ് ഫോട്ടോ ഇലക്ട്രോൺ എന്ന് പറയുന്നത്. ആ ഇൻകമിംഗ് ആയിട്ടുള്ള റേക്ക് ഒരു മിനിമം ഫ്രീക്വൻസി വേണം. ആ ഫ്രീക്വൻസിനെ വിളിക്കുന്ന പേര് ത്രെഷോൾഡ് ഫ്രീക്വൻസി എന്നാണ്. ഇതൊക്കെ നമുക്ക് അറിയുന്ന ഫോട്ടോഇലക്ട്രിക് ഇഫക്റ്റുമായി ബന്ധപ്പെട്ട് അറിയാം എന്ന് പറഞ്ഞാൽ പോലും നമ്മളതൊക്കെ പൊടി തട്ടി എടുക്കണേ, എന്നാലേ നമുക്ക് ഒരു എക്സാമിന് അത് ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, സോ അവർ ഓപ്ഷൻ ഈസ് കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, ആൽബർട്ട് ഐൻസ്റ്റീൻ. അടുത്ത ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ടു കെമിസ്ട്രി. ദാറ്റ് ഈസ് ഇതുവരെ നമ്മൾ ഫിസിക്സുമായി റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ്. 40th ക്വസ്റ്റ്യൻ നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ നമുക്ക് ആക്കാം. സോ 40th ക്വസ്റ്റ്യൻ ഫിസിക്സ് തന്നെ ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന് പറയുന്നത്.
The 14th one, which of the following molecules have large bond angle? Larger bond angle ഉള്ള മോളിക്യൂള് ഈ കൊടുത്തതിൽ ഏതാണെന്ന ക്വസ്റ്റ്യൻ അല്ലെ. അപ്പൊ ഇതൊക്കെ 15th ഗ്രൂപ്പിൽ NF3, PF3, ASF3, SBF3 ഒക്കെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോ നമുക്കറിയാം ബോണ്ട് ആംഗിള് ഏറ്റവും കൂടുതൽ ആർക്കാണ് ഈ തന്നിട്ടുള്ളത്? നമ്മുടെ ബോണ്ട് ആംഗിള് ഏറ്റവും കൂടുതൽ നൈട്രജൻ ആണ് അല്ലെ. അത് NF3 ആണ് കറക്റ്റ് ആയ ആൻസർ. ഈ ബോണ്ട് ആംഗിൾ എന്ന് പറയുന്ന ഈ ഐഡിയ, ബോണ്ട് ആംഗിൾ ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു electronegativity. It is directly proportional to electronegativity, and it is inversely proportional to the electronegativity of the surrounding atom. Electronegativity of surrounding atom. Okay, directly proportional to electronegativity of the central atom bond angle. അല്ലെ. അപ്പൊ ഇനി ഇലക്ട്രോനെഗറ്റിവിറ്റി എങ്ങനെയാണ്? ഇലക്ട്രോനെഗറ്റിവിറ്റി ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോൾ ഇലക്ട്രോനെഗറ്റിവിറ്റി ഇൻക്രീസസ് ആണ് അല്ലെ. അപ്പൊ നൈട്രജൻ ഹാവ് ദ ലാർജസ്റ്റ് ഇലക്ട്രോനെഗറ്റിവിറ്റി. ഈ തന്നിട്ടുള്ളതിൽ ആർക്കാണുള്ളത്? നൈട്രജൻ ആണുള്ളത്. നൈട്രജൻ ആണ് ഏറ്റവും കൂടുതൽ ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ആള്. ഏറ്റവും കൂടുതൽ ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ആൾ നൈട്രജൻ ആയതുകൊണ്ട് ഏറ്റവും കൂടുതൽ ബോണ്ട് ലെങ്ത് ആർക്കാണ്? നൈട്രജൻ. നൈട്രജൻ ഉള്ള ആൾ കോമ്പൗണ്ടിനാണ്. ദാറ്റ് ഈസ് NF3, ഓപ്ഷൻ എ. നെക്സ്റ്റ് വൺ, among the following isoelectronic ions which have the larger ionic radius. Isoelectronic എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? Isoelectronic, that is having same number of electrons. Same number of electrons ഉള്ള ആളെയാണ് നമ്മൾ isoelectronic എന്ന് പറയാം അല്ലെ. ഈ ഐസോഇലക്ട്രോണിക് ആയിട്ടുള്ള സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് നമുക്കറിയാം N7 അല്ലെ 3-, പിന്നെ ONO 8 2-, അതുപോലെ തന്നെ F9-, അതുപോലെ തന്നെ Na 11+. ഇതില് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഹാവിംഗ് ലാർജർ അയോണിക് റേഡിയസ്. ഇവർക്ക് ഇതിലെ ആർക്കാണ് ലാർജർ ആയിട്ടുള്ള അയോണിക് റേഡിയസ് എന്നാണ് ക്വസ്റ്റ്യൻ. സോ ഈ ഐസോ ഇലക്ട്രോണിക് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. സൈസ്, ഈ ഒരു സൈസ് നമുക്ക് അറിഞ്ഞാൽ ലാർജർ അയോണിക് റേഡിയസ് ആർക്കാന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. സോ സൈസ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു എന്താണ്? ന്യൂക്ലിയർ ചാർജ് ആണ്. ന്യൂക്ലിയർ ചാർജ്. ഓക്കെ, ന്യൂക്ലിയർ ചാർജ് അത് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു, അതായത് 1 number of protons എന്ന് നമുക്ക് വേണമെങ്കിൽ എഴുതാം. സൈസ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു 1 number of protons. അപ്പോ ഈ തന്നിട്ടുള്ളതില് നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഏറ്റവും കൂടിയ ആൾക്ക് സൈസ് കുറയും അല്ലെ. അങ്ങനെയല്ല ഐഡിയ? ഇമ്പോർട്ടന്റ് ആണ്. നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഏറ്റവും കൂടിയ ആൾക്ക് സൈസ് കുറയും. അപ്പൊ നമ്മളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? ലാർജർ അയോണിക് റേഡിയസ് ആണ്. അതായത് സൈസ് കൂടണം. സൈസ് കൂടണമെങ്കിൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് കുറയണം. നമ്പർ ഓഫ് പ്രോട്ടോൺസ് എന്ന് പറയുന്നത് ഈ താഴെ എഴുതിയ സംഖ്യകൾ, അറ്റോമിക് സംഖ്യകൾക്ക് തുല്യമാണ് നമ്പർ ഓഫ് പ്രോട്ടോൺസ് എന്ന് പറയുന്നത്. ഇപ്പൊ തന്നിട്ടുള്ള നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആർക്കാണ് ഏറ്റവും കുറവ്? അത് നൈട്രജൻ ആണ്. അതുകൊണ്ട് N3- ഏറ്റവും കൂടുതൽ അയോണിക് റേഡിയസ് ഉള്ളത്. N3-. ഈ ഒരു ഇമ്പോർട്ടന്റ് ആയ ഐഡിയ ഓർത്തു വെച്ചാൽ മതിയെ. അതായത് സൈസ് എന്ന് പറഞ്ഞാൽ അയോണിക് റേഡിയസുമായി റിലേറ്റഡ് ആണ്. സൈസ് ഈസ് പ്രപ്പോർഷണൽ ടു 1 number of protons. പിന്നെ ഇതിലെ പ്രോട്ടോൺസ് സംഖ്യയൊക്കെ നമുക്ക് അടിസ്ഥാനപരമായി അറിയേണ്ട കാര്യമാണ്. നൈട്രജൻ 7 ആണ്, ഓക്സിജൻ 8 ആണ്, ഫ്ലൂറിൻ 9 ആണ്, സോഡിയം 11 ആണ്. ഇതൊക്കെ നമുക്ക് അറിയുന്നുണ്ടായിരിക്കണം. ഓക്കെ, അപ്പോഴേ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. സോ 42. Then comes the next question. Among the following compounds, നമുക്ക് 1 2 3 കോമ്പൗണ്ട്സ് വന്നിട്ടുണ്ട്. 4. ഇതിലെ എസിഡിറ്റിയുടെ ഓർഡർ എങ്ങനെയാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോ ഇത് നമുക്കൊക്കെ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്സ് ആണ് അല്ലെ, ആൽക്കൈൻസ് ആണ് നമുക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ എസിഡിറ്റിയുടെ ഓർഡർ എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ട് ഈ ആൾക്കായിരിക്കും എസിഡിറ്റി കൂടുതൽ ഉണ്ടാവുക. പിന്നെ നമുക്ക് എങ്ങനെയാണ്? എസിഡിറ്റി 4th വണ്ണിനാണ് കൂടുതൽ. comes first one, അതായത് CH3യുടെ എണ്ണം അല്ലെ, CH3യുടെ എണ്ണം കൂടുമ്പോൾ എസിഡിക് നേച്ചർ എന്താ ചെയ്യുക? എസിഡിക് നേച്ചർ കുറയുകയാണ് ചെയ്യുക. അപ്പൊ പിന്നെ ഫസ്റ്റ് കംസ് ഇയാള്, സെക്കൻഡ് കംസ് ഇയാള്, തേർഡ് കംസ് ഇതിൽ 2 ആളുണ്ട്. അപ്പൊ 3, ഇത് 4 അല്ലെ. കറക്റ്റ് ആയ ഓർഡർ എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. CH3യുടെ എണ്ണം കൂടുമ്പോൾ എസിഡിക് നേച്ചർ എന്താ ചെയ്യുക? എസിഡിക് നേച്ചർ കുറയുകയാണ് ചെയ്യുക. ഓക്കെ, എസിഡിറ്റിയുടെ ഓർഡർ നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന ഏറ്റവും കൂടുതൽ ഇയാൾക്കാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഹൈഡ്രജൻ സ്പെക്ട്രത്തിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഹൈഡ്രജൻ സ്പെക്ട്രം ഒക്കെ സിലബസിലുള്ള ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനും ഈ ഒരു ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മളോട് ചോദിക്കുന്നത് തന്നെയാണ്. ഹൈഡ്രജൻ സ്പെക്ട്രത്തിന്റെ ഇത് നമുക്ക് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇക്വേഷൻസ് ഒക്കെ നമുക്ക് അറിയുന്നുണ്ടായിരിക്കും. 1/λ =
നമ്മുടെ Rydberg constant into 1/ni minus 1/nz². ലൈമാൻ സീരീസ്, ബാൾമർ സീരീസ്, പാഷൻ സീരീസ്, ബ്രാക്കറ്റ് സീരീസ്, പി ഫണ്ട് സീരീസ് അല്ലെ. ഇതിലെ ഓരോ സീരീസുകളും എവിടെയാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന കറക്റ്റ് ആയ ആൻസർ. ദാറ്റ് ഈസ് ലൈമാൻ സീരീസ് ഈസ് അൾട്രാ വയലറ്റ്. ലൈമാൻ സീരീസ് അൾട്രാ വയലറ്റ് റീജിയനിലാണ്. നെക്സ്റ്റ് കംസ് പാഷൻ സീരീസ്. പാഷൻ സീരീസ് ഈസ് നിയർ ഇൻഫ്രാറെഡ്. കോമൺ ആയിട്ട് ഇൻഫ്രാറെഡ് പറഞ്ഞാലും പാഷൻ സീരീസ് ഒന്നും കൂടി സ്പെസിഫിക് ആയിട്ട് നിയർ ഇൻഫ്രാറെഡ്. Then comes Balmer series. Balmer is in visible region and P fund series is in the far infrared region. So Lyman, Balmer, Passion, bracket and P fund bracket series is in the infrared region. Okay. Far infrared ഉണ്ട്, near infrared ഉണ്ട്, bracket mid infrared region ലാണ് bracket വരിക. So Lyman series ഏതാണ്? Lyman series is in the actual Lyman series is in the ultraviolet region. ഇത് നമ്മൾ ബേസിക് ആയിട്ട് പഠിച്ചു വെക്കേണ്ടതാണ്. ഹൈഡ്രജൻ സ്പെക്ട്രം എന്ന് പറയുന്നത് നമ്മൾ ഏതെങ്കിലും കൂടിയ റേഞ്ചിൽ നിന്ന് n=1 റേഞ്ചിലോട്ട് വരികയാണെങ്കിൽ അത് ലൈമാൻ സീരീസ് ആണ്. ഹയർ ലെവലിൽ നിന്ന് n=2 ആണെങ്കിൽ ലൈമാൻ, കഴിഞ്ഞാൽ ബാൾമർ സീരീസ് ആണ്. n=3 വരുമ്പോൾ ലൈമാൻ, ബാൾമർ, പിന്നെ വരേണ്ടത് പാഷൻ സീരീസ് ആണ്. n=4 വരുന്നത് ബ്രാക്കറ്റ് സീരീസ് ആണ്. n=5 വരുന്നത് പി ഫണ്ട് സീരീസ് ആണ്. അതായത് അവിടെ ഫൈനൽ സ്റ്റേറ്റ് എന്ന് പറയുന്നതാണ് 1, 2, 3, 4, 5 എന്ന് പറയുന്നത്. ഇനീഷ്യൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഈ 1-നേക്കാൾ കൂടിയ ഒരാള്, 2 2 കൂടിയതോ ആയിരിക്കും ലൈമാന്. ബാൾമർ ആകുമ്പോഴോ 3 3 കൂടിയതായിരിക്കും. അങ്ങനെ കറസ്പോണ്ടിങ് ആയിട്ട് പോകും. സോ ഹൈഡ്രജൻ സ്പെക്ട്രത്തിൽ നിന്നുള്ള ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻ ആണ് ഇത്. ഓർത്തു വെക്കുക, പഠിക്കുക, Rydberg constant ഒക്കെ നോക്കി വെക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ, ഹൗ മെനി ആൽഫ ആൻഡ് ബീറ്റ പാർട്ടിക്കിൾസ് ആർ ലോസ്റ്റ് വെൻ 90 uranium 92-238 is converted to radium 88-26? ആൽഫ പാർട്ടിക്കിൾ ഒരു ഹീലിയം ന്യൂക്ലിയസിന് തുല്യമാണ്, നമുക്കറിയാം അല്ലെ, He2 4. അപ്പൊ ഒരു ആൽഫ പാർട്ടിക്കിൾ പുറത്തു പോയി കഴിഞ്ഞാൽ അറ്റോമിക് സംഖ്യ 2 ആയിട്ടും മാസ് നമ്പർ 4 ആയിട്ടും കുറയണം അല്ലെ. അപ്പോ 238 മാസ് നമ്പർ 238 നിന്ന് 4 കുറയണം. അതായത് ഇത് 226 ആയി. 226 ആകുമ്പോൾ ഇവിടെ 12 ആണ് വ്യത്യാസം. 12 പറഞ്ഞു കഴിഞ്ഞാൽ അറ്റോമിക് സംഖ്യ എത്ര പോണം? 4 × 3, അതായത് 3 ആൽഫ പാർട്ടിക്കിൾ പോണം. ശരിയല്ലേ? 3 ആൽഫ പാർട്ടിക്കിൾ പോയാലാണ് 4 × 3 12 വ്യത്യാസം മാസ് നമ്പറിൽ വരുള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അറ്റോമിക് സംഖ്യയിൽ എത്ര വ്യത്യാസം വരും? അതായത് 92 ആണ് അറ്റോമിക് സംഖ്യ. 92 മൈനസ്, ഇപ്പൊ ഇവിടെ 2 ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞു 3 ആൽഫ പാർട്ടിക്കിൾ. അപ്പൊ 3 × 2 6. അപ്പൊ 92 6 കുറച്ച് എത്ര കിട്ടുക? 92 6 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 80. ഇവിടെ നമുക്ക് 86 ആണ് കിട്ടേണ്ടത്. പക്ഷെ ഇവിടെ എത്രയാണ്? 88 ആണ് അല്ലെ. അതായത് അവിടെ ആര് പോയിട്ടുണ്ടായിരിക്കും? 2 ബീറ്റ പാർട്ടിക്കിളും കൂടി പോയിട്ടുണ്ടായിരിക്കും. സോ there happens an increase of the atomic number by 2 factor. So there is 2 beta particle. 2 beta particle കൂടി പോയാലാണ് നമുക്ക് ഈ ഒരു റിയാക്ഷൻ കറക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. സോ ഇതിലെ ഓപ്ഷൻ ഏതാണ്? 3 alpha particle, 2 beta particle. ഓപ്ഷൻ എ is the correct answer. 3 alpha particle and 2 beta particle. Okay. അടുത്ത ക്വസ്റ്റ്യൻ, പാക്കിംഗ് ഫ്രാക്ഷൻ ഈസ് റിലേറ്റഡ് ടു. പാക്കിംഗ് ഫ്രാക്ഷൻ എന്തുമായി റിലേറ്റഡ് ആണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ആക്ച്വലി ദ പാക്കിംഗ് ഫ്രാക്ഷൻ ഈസ് റിലേറ്റഡ് ടു നമുക്ക് മാസ് ഡിഫക്റ്റ് ആണ് കറക്റ്റ് ആയ ആൻസർ. ന്യൂക്ലിയർ സ്പിൻ അല്ലേ? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയ ആൻസർ. അതായത് M-A ഡിവൈഡഡ് ബൈ A എന്നാണ് നമ്മുടെ റിലേഷൻ, പാക്കിംഗ് ഫ്രാക്ഷന്റെ റിലേഷൻ. പാക്കിംഗ് ഫ്രാക്ഷൻ ഈസ് ഈക്വൽ ടു, സോ ഓപ്ഷൻ ബി മാസ് ഡിഫക്റ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ. പാക്കിംഗ് ഫ്രാക്ഷൻ ഈസ് റിലേറ്റഡ് ടു മാസ് ഡിഫക്റ്റ്, നോട്ട് ബൈ ന്യൂക്ലിയർ സ്പിൻ. അത് ന്യൂക്ലിയസുമായി റിലേറ്റഡ് ഒരു കാര്യമല്ല. പാക്കിംഗ് ഫ്രാക്ഷൻ നമുക്ക് അറിയേണ്ടതായിരിക്കും അല്ലെ, സിമ്പിൾ ക്യൂബിക്കിന്റെ, അതുപോലെ തന്നെ BCCയുടെ, അതുപോലെ തന്നെ FCCയുടെ എല്ലാം നിങ്ങൾ പാക്കിംഗ് ഫ്രാക്ഷൻ കാണാതെ പഠിച്ചു വെക്കുക വേണം. ഓക്കെ, സോ ഇറ്റ് ഈസ് സംതിങ് റിലേറ്റഡ് ടു ദ മാസ് ഡിഫക്റ്റ്. Next comes the 47th question. Which of the following is correct order of dipole moment? ഏതാണ് correct order of dipole moment എന്നാണ് question. നമുക്കറിയാം mu is equal to Q into D ആണ് അല്ലെ, ചാർജ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ് നമുക്ക് പറയുന്നത്. സോ C നമുക്കറിയാം CCl, അതുപോലെ തന്നെ CBr, പിന്നെ CI അല്ലെ. ഇതാണ് നമ്മുടെ ആ ഒരു കൂടുതലായിട്ട് CI ആണ് അവിടെ വരുന്ന ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ഓർഡർ അതാണ് അല്ലെ. ഓർഡർ അതായത് നമുക്കറിയാം ഡൈപോൾ മൊമെന്റ് ഈസ് ഈക്വൽ ടു ചാർജ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണെന്ന റിലേഷനും കൂടി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ഏതാണ് കറക്റ്റ് ഓർഡർ ഓഫ് ബോത്ത് ഡൈപോൾ മൊമെന്റ് എന്നാണ് ക്വസ്റ്റ്യൻ. CCl, CBr, CI അല്ലെ.
അതാണ് നമ്മുടെ കറക്റ്റ് ആയ ഒരു ഓർഡർ എന്ന് പറയുന്നത്. ഓപ്ഷൻ എ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് among the following molecules which has the longest CH bond length? ലോങ്സ്റ്റ് CH ബോണ്ട് ലെങ്ത് ആർക്കാണെന്ന ക്വസ്റ്റ്യൻ അല്ലെ. CH3 നമുക്കറിയാം ബോണ്ട് ഓർഡർ എത്രയാണ്? 1 ആണ്. അതുപോലെ തന്നെ CH2 ഡബിൾ ബോണ്ട് CH2 ആകുമ്പോൾ ബോണ്ട് ഓർഡർ 2 ആയിരിക്കും. പിന്നെ CH ട്രിപ്പിൾ ബോണ്ട് CH ആകുമ്പോൾ ബോണ്ട് ഓർഡർ 3 ആയിരിക്കും. ബോണ്ട് ലെങ്ത് ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ബോണ്ട് ഓർഡർ അല്ലെ. ബോണ്ട് ലെങ്ത് ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ബോണ്ട് ഓർഡർ. ഈ ഐഡിയ വെച്ചിട്ട് നമുക്ക് ഓർഡർ ബോണ്ട് ലെങ്ത്തും ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്. അത് വെച്ചിട്ട് നമുക്ക് ലോങ്സ്റ്റ് CH ബോണ്ട് ലെങ്ത് ആർക്കായിരിക്കും? അത് ഈഥെയ്ൻ ആയിരിക്കും അല്ലെ. ഈഥെയ്ൻ ആയിരിക്കും ലോങ്സ്റ്റ് CH ബോണ്ട് ലെങ്ത് ഉണ്ടായിരിക്കുക. കറക്റ്റ് ആയ ആൻസർ ഓപ്ഷൻ സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. ട്രൈമീഥൈൽ അമൈൻ ഈസ് വീക്കർ ബേസ് ദാൻ ഡൈമീഥൈൽ അമൈൻ ഡ്യൂ ടു. അപ്പൊ ട്രൈമീഥൈൽ അമൈൻ അതായത് NCH3 then comes CH3 2 lone pairs. It is actually weaker base than dimethyl amine. So NHCH3 എന്തുകൊണ്ടാണ് അങ്ങനെ വീക്കർ ആവാൻ കാരണം? weaker base trimethyl amine is weaker base than dimethyl amine because of the steric effect അല്ലെ. ഇവിടെ എത്ര ആളുണ്ട്? CH3 CH3 ഉണ്ട് because of the presence of the bulky CH3. That is steric effect is the correct answer. Next question. Identify an electrophile. That is electron love group. That is ആരാണ് നമുക്ക് ഇലക്ട്രോഫൈൽ തന്നിരിക്കുന്നതിൽ ആരാണെന്ന ക്വസ്റ്റ്യൻ. അപ്പൊ നോക്കൂ, H2O ന്യൂട്രോഫൈൽ ആണ്. പിന്നെ NF3 ന്യൂട്രോഫൈൽ ആണ്. SO2 ഉണ്ട്, SO3 ഉണ്ട് അല്ലെ. SO2 ഇതാണ് നമുക്ക് ഷേപ്പ് വരിക. SO3. അപ്പൊ ഇവിടെ നമുക്ക് 3 ഓക്സിജൻ ഉണ്ട്. സോ എ പാർഷ്യൽ നമുക്ക് പോസിറ്റീവ് ചാർജ് ക്രിയേറ്റ് ചെയ്യും. അയാൾക്ക് ഇലക്ട്രോണിന്റെ ആ ഒരു എഫിനിറ്റി കൂടും. സോ ഇറ്റ് ഈസ് ദ ഇലക്ട്രോഫൈൽ. ദാറ്റ് ഈസ് ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. SO3. Next question. Entropy is a measure of randomness. നമുക്ക് അറിയുന്ന ഒരു ആൻസർ ആണ്. ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. Entropy is the measure of randomness or the degree of disorder of a system is known as entropy. Next question. Diels order reaction is an example of which type of reaction? It is an example of which type of reaction ആണ് question. അത് ഏത് റിയാക്ഷൻ എക്സാമ്പിൾ ആണ്? cyclo addition reaction അല്ലെങ്കിൽ pericyclic reaction. Option C is the correct answer. Next question. Compounds HCN and HNC. Compounds HCN and HNC. These are examples for which type of the compounds? They are actually tautomers. അതായതാണ് 1,2 tautomers ആണ് ഈ HCN and HNC എന്ന് പറയുന്നത്. So option A is the correct answer. Next question. Bayer's reagent is actually that is called dilute alkaline. 1% KMnO4 called dilute alkaline. In the option number B, 1% alkaline KMnO4. Option B is the correct answer. Next comes the compound which do not show Friedel-Crafts reaction. ഏത് compound ആണ് Friedel-Crafts reaction കാണിക്കാത്തത്? That is the option C ആണ് correct ആയ answer. Nitrobenzene. Nitrobenzene is actually the compound which does not show the Friedel-Crafts reaction. ഒന്ന് രണ്ട് സ്റ്റെപ്പ് ഒക്കെ ഉണ്ട്. ജനറേഷൻ ഓഫ് ഇലക്ട്രോഫൈലും അതുപോലെ ബെൻസീനുമായിട്ട് റിയാക്ട് ചെയ്യുന്ന ഒരു റിയാക്ഷൻ ഒക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് നോക്കി വെക്കാം. ഓക്കെ, അതൊക്കെ ബേസിക് ആയിട്ടുള്ള കെമിസ്ട്രി ബുക്കിൽ നമുക്ക് +2 തന്നെ ഉണ്ട്. Which of the following molecule can exhibit geometrical isomerism? Geometrical isomerism കാണിക്കുന്ന ആൾ ആരാന്നാണ് ക്വസ്റ്റ്യൻ. അതായത് geometrical isomerism കാണിക്കണമെങ്കിൽ ഈ ഡബിൾ ബോണ്ട് CAB ഇവിടെ നമുക്ക് BA, അതായത് എങ്ങനെയായിരിക്കണം? ഈ സെൻട്രൽ ആറ്റവുമായിട്ട് ഈ റെസ്ട്രിക്റ്റഡ് സൈറ്റ്, ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റെസ്ട്രിക്റ്റഡ് സൈറ്റ്. ആ റെസ്ട്രിക്റ്റഡ് സൈറ്റുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർ എന്തായിരിക്കണം? ഡിഫറെന്റ് ആയിരിക്കണം. ഡിഫറെന്റ് ആണെങ്കിൽ നമുക്ക് എന്ത് എന്താവുള്ളൂ? നമുക്ക് ജോമെട്രിക്കൽ ഐസോമറിസം എക്സിബിറ്റ് ചെയ്യുള്ളൂ. സോ ഇതാണ് കറക്റ്റ് ആയ ആൻസർ വരിക. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയ, വിച്ച് ക്യാൻ എക്സിബിറ്റ് ദ ജോമെട്രിക്കൽ ഐസോമറിസം. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയ ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദ റിയേജന്റ് വിച്ച് മേ ബി യൂസ്ഡ് ടു ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ
സ്റ്റാർച്ച് ആൻഡ് സെല്ലുലോസ് ഈസ്. സ്റ്റാർച്ചിനെയും സെല്ലുലോസിനെയും ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന റിയേജന്റ് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഏതാണ് കറക്റ്റ് ആയ ആൻസർ? ഈ സ്റ്റാർച്ച് അയോഡിൻ സൊല്യൂഷൻ ആണ്. സ്റ്റാർച്ച് അയോഡിനുമായി റിയാക്ട് ചെയ്യുമ്പോൾ ഒരു ബ്ലാക്ക് കളർ ആവും. അതുപോലെ തന്നെ സ്റ്റാർച്ച് നമ്മുടെ സെല്ലുലോസ് അയോഡിനുമായി റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ ഒരു കോംപ്ലക്സ് ഫോം ചെയ്യില്ല. സോ നമുക്ക് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്നത് അയോഡിൻ സൊല്യൂഷൻ ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ദ പോളിസാക്കറൈഡ് ഓൺ ഹൈഡ്രോളിസിസ് ഗീവ് ഓൺലി ഫ്രക്ടോസ് ഈസ്. സോ അത് നമുക്ക് പ്ലാന്റ്സിലൊക്കെ കാണാൻ പറ്റുന്ന ഇനുലിൻ ആണ് ഇതിന്റെ കറക്റ്റ് ആയ ആൻസർ. ദാറ്റ് ഈസ് 58 ഈസ് ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗ്ലൂക്കോസ് ആൻഡ് മാനോസ് മേ ബി ഒബ്റ്റൈൻഡ് ബൈ ക്യാനിസിന്തസിസ് ഫ്രം. ഏതാണ് കറക്റ്റ് ആയ ആൻസർ വരിക? ഡി അർബനോസ് ആണ്. ഓക്കെ, ഇതൊക്കെ ഒന്ന് നമ്മൾ ഡിസ്റ്റിംഗ്വിഷ് ആയിട്ട് നമ്മളൊന്ന് പഠിച്ചത് തന്നെ നമുക്ക് ഇതിന്റെയൊക്കെ ആൻസർ കിട്ടുള്ളൂ. Next question, the oxides of nitrogen which is isoelectronic with CO2. CO2 ആയിട്ട് isoelectronic ആയ ഒരു number of electrons. CO2 എത്ര ആളുണ്ട്? 6, ഇവിടെ 10, സോ 22 ഇലക്ട്രോൺസ് ഉണ്ട്. നമുക്ക് N2 അല്ലെ, നമുക്ക് ഏതാ കറക്റ്റ് ആയ ആൻസർ? N2 ആണ്. കാരണം നൈട്രജനിൽ 14, ഇവിടെ 8, സോ ഇറ്റ് ഈസ് ആക്ച്വലി 22 അല്ലെ. സോ N2 ആണ് കറക്റ്റ് ആയ ആൻസർ, ഐസോഇലക്ട്രോണിക്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗാമ റേസ് ആർ ഏതാണോ കറക്റ്റ് ആയ ഓപ്ഷൻ? എക്സ്ട്രീംലി സ്മോൾ ആൻഡ് ഫാസ്റ്റ് മൂവിംഗ് പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ ആണോ? ഹൈ സ്പീഡ് പോസിട്രോൺസ് ആണോ? ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് ആണോ? ഹൈ സ്പീഡ് ന്യൂട്രോൺസ് ആണോ? ഗാമ റേസ് ആർ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് ആണ്. നമ്മൾ കണ്ടതാണ് അതിന്റെ ഡീറ്റെയിൽസ് അല്ലെ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയ ആൻസർ. 62, among the following which electromagnetic radiation has maximum wavelength? നമ്മൾ കണ്ടതാണ്. മാക്സിമം വേവ് ലെങ്ത് ഉള്ളത് ആർക്കാണ്? റേഡിയോ വേവ്സ് ആണ്. ഓപ്ഷൻ ബി ആണ്. The half-life period of a radioactive element is 140 days. After 560 days, 1 gram of the element will reduces to. So T half എത്രയാണ്? 140 days ആണ് അല്ലെ. സോ 1 gram ഒരു T ഹാഫ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്രയാവും? 140 days ആണ് അല്ലെ. 1 gram അത് ഹാഫ് ആവും. പിന്നെ 2 T ഹാഫ് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് 280 ആകും. 1/4, then again 3 T half കഴിഞ്ഞാൽ 320 ആകും. 1/8, then 4 T half കഴിഞ്ഞാൽ it is 560. അതായത് 1/16 of a gram ആവും. That is option D is the correct answer. 560 divided by 140, that is 4 T half എന്ന ഐഡിയ വെച്ച് നമുക്ക് ചെയ്താൽ മതി. കറക്റ്റ് ആയ ആൻസർ കിട്ടും. D is 1/116 gram. Option D is the correct answer. Next question, splitting of spectral lines when atoms are subjected to strong electric field. Atoms are subjected to electric field ആണെങ്കിൽ അത് ഏത് ഇഫക്റ്റ് ആണ്? സ്റ്റാർക്ക് ഇഫക്റ്റ് ആണ്. അതേപോലെ മാഗ്നറ്റിക് ഫീൽഡ് ആവുമ്പോൾ അത് ഏത് ഇഫക്റ്റ് ആണ് വരിക? സീമാൻ ഇഫക്റ്റ് ആണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ കേസിൽ. 65, which of the following have largest atomic radius? Largest atomic radius ഉള്ളത് ആർക്കാണ് ക്വസ്റ്റ്യൻ? ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം അല്ലെ. റുബീഡിയം, സീഷ്യം. ഇവിടെ വരുമ്പോഴോ ബെറീലിയം, മെഗ്നീഷ്യം, കാൽഷ്യം, അതുപോലെ സ്ട്രോൺഷ്യം, ബേരിയം, അതുപോലെ റേഡിയം. ഓക്കെ, ഇതിൽ നമുക്ക് അറ്റോമിക് റേഡിയസ് അല്ലെ, ലിഥിയം ഉണ്ട് നമുക്ക് തന്നതില്, അതുപോലെ പൊട്ടാസ്യം ഉണ്ട്, സ്ട്രോൺഷ്യം ഉണ്ട്, അതുപോലെ Ra. സോ ഇതിൽ നമുക്ക് എങ്ങനെ അറിയാം? ഏറ്റവും കൂടുതൽ സൈസ് കൂടിയ ആളെ എങ്ങനെയാണ്? ഡൗൺ ടു ഗ്രൂപ്പ് എങ്ങനെ അറ്റോമിക് സൈസ് എങ്ങനെയാണ് ഇൻക്രീസ് ചെയ്യും? ഡൗൺ ടു ഗ്രൂപ്പ് അറ്റോമിക് സൈസ് ഇൻക്രീസ് ചെയ്യും. ലെഫ്റ്റ് ടു റൈറ്റ് അറ്റോമിക് റേഡിയസ് എങ്ങനെയാണ്? അറ്റോമിക് റേഡിയസ് ഡിക്രീസസ്. ലെഫ്റ്റ് ടു റൈറ്റ് ആവുന്ന സമയത്ത് ഡിക്രീസ് ചെയ്യും. ഡൗൺ ഗ്രൂപ്പ് എങ്ങനെയാണ്? അറ്റോമിക് സൈസ് ഇൻക്രീസ്, അല്ലെങ്കിൽ അറ്റോമിക് റേഡിയസ് ഇൻക്രീസസ്. അപ്പൊ ഏറ്റവും കൂടുതൽ അറ്റോമിക് റേഡിയസ് ഉള്ളത് ആർക്കാണ് തന്നതില്? Ra അല്ലെ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയ ആൻസർ, Ra. 66, which among the following is the strongest acid? Strongest acid ആരാണ് എന്നാണ് ക്വസ്റ്റ്യൻ അല്ലെ. HF, അതുപോലെ തന്നെ HCl, അതുപോലെ തന്നെ HBr, അതുപോലെ തന്നെ HI അല്ലെ. ബോണ്ട് സ്ട്രെങ്ത് ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു. ബോണ്ട് സ്ട്രെങ്ത് ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ബോണ്ട് ലെങ്ത് എന്നാണ് ഐഡിയ. ബോണ്ട് ലെങ്ത് ഏറ്റവും കൂടുതൽ ആർക്കാണ്? HIക്കാണ്. അപ്പൊ ബോണ്ട് സ്ട്രെങ്ത് കുറയും, അപ്പൊ റിയാക്ടിവിറ്റി അല്ലെങ്കിൽ സ്ട്രോങ് H കൊടുക്കാനുള്ള കപ്പാസിറ്റി കൂടും അല്ലെ. സോ ആർക്കാണ് കറക്റ്റ് ആയ ആൻസർ? HI ആണ്. നമുക്ക് HCl ആണെന്നൊക്കെ തോന്നും, പക്ഷെ കറക്റ്റ് ആയ ആൻസർ HI ആണ്. 67, halogens which shows highest electropositive nature. Highest electropositive nature കാണിക്കുന്നത് ഇലക്ട്രോ നെഗറ്റീവ് നമുക്കറിയാം. FCl,
BRI. ഇതാണ് ഓർഡർ അല്ലെ. ഇലക്ട്രോ പോസിറ്റീവ് നേച്ചർ അപ്പൊ ഏറ്റവും കൂടുതൽ കാണിക്കേണ്ടത് ആരാ? I ആയിരിക്കും ഈ ഓർഡർ. ഇത് ഇലക്ട്രോ നെഗറ്റിവിറ്റിയുടെ ഓർഡർ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 68. The gas used for inflating the tires of aeroplanes. എയ്റോപ്ലെയിന്റെ ടയറിൽ ആ ഒരു നമുക്ക് ഫ്രിക്ഷൻ ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒക്കെ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ യൂസ് ചെയ്യുന്ന ഗ്യാസുകൾ ആരാണ്? നൈട്രജനും ഹീലിയവുമാണ്. ഇതും ബേസിക് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയ ആൻസർ. പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്ന് പറയുന്നത് നമുക്കറിയാം. പ്ലാസ്റ്റർ ഓഫ് പാരീസ് വളരെ കോമൺ ആയ ഒരാളാണ്. CaSO4 ആണ്. CaSO4 എന്താണ്? അത് ജിപ്സം ആണ് അല്ലെ. CaSO4 So plaster of Paris is C. Option C is the correct answer. Next question. Which of the following compounds has the lowest anion to cation ratio? Lowest anion to cation ratio ആർക്കാണെന്ന ക്വസ്റ്റ്യൻ CSF നാണ്. അതായത് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീസിയം അല്ലെ. ഈ ഒരു ഓർഡറിലാണ് വരുന്നത്. അപ്പൊ ലോവസ്റ്റ് ആനയോൺ ടു കാറ്റയോൺ റേഷ്യോ അതായത് ബിഗർ ആയിരിക്കണം അല്ലെ. ബിഗർ ആയിരിക്കും കാറ്റയോൺ റേഷ്യോ. സോ CS ആണ് ഏറ്റവും കൂടുതൽ. സോ CSF ആണ് കറക്റ്റ് ആയ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ദ ഫിംഗർ പ്രിന്റ് റീജിയൻ ഇൻ IR സ്പെക്ട്രം. ഇതൊന്നും അങ്ങനെ പഠിച്ചു വെക്കും നല്ലത്. 900 to 1500 cm⁻⁻1. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയ ആൻസർ. 72. Which of the following is a chromophore? Okay, a group of atoms that can absorb photons and give color. They are known as actually chromophore. A chromophore example. Which of the following is example of a chromophore? Is the option that is B. NO2 is the example for chromophore. Next question. When 73. When lambda max of compound shifts to longer wavelength, the compound is said to have longer wavelength ആണ്. ലോങ്ങർ വേവ് ലെങ്ത് എന്ന് പറയുമ്പോൾ കറക്റ്റ് ആയ ആൻസർ വരിക ബാറ്റോക്രോമിക് ഷിഫ്റ്റ് ആണ്. അതായത് ബാറ്റോക്രോമിക് ഷിഫ്റ്റ് നമുക്ക് റെഡ് റീജിയനിലോട്ട് ഷിഫ്റ്റ് ചെയ്യണതാണ് ബാറ്റോക്രോമിക് ഷിഫ്റ്റ് എന്ന് പറയുന്നത്. ഷോർട്ടർ വേവ് ലെങ്തിലോട്ടുള്ള ഷിഫ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് അതായത് ഈറ്റയും ലാംഡയും അല്ലെ, എപ്സിലോൺ അല്ലെങ്കിൽ ലാംഡ തമ്മിലുള്ള ഗ്രാഫ് വരുമ്പോൾ നമുക്കറിയാം ഷോർട്ടർ വേവ് ലെങ്തിലുള്ള ഷിഫ്റ്റ് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താണ്? ബ്ലൂ റീജിയനിലോട്ടുള്ള ഷിഫ്റ്റ് അല്ലെ. സോ ഷോർട്ടർ വേവ് ലെങ്ത് ഉണ്ട്, ലോങ്ങർ വേവ് ലെങ്ത് ഷിഫ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഹൈപ്പർ ക്രോമിക് ഷിഫ്റ്റ് ഉണ്ട്. അതായത് ഈറ്റ എപ്സിലോൺ കൂടിക്കഴിഞ്ഞാൽ അത് ഹൈപ്പർ ക്രോമിക് ആണ്. ഹൈപ്പർ ക്രോമിക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എപ്സിലോൺ ഗ്രേറ്റർ ആണ്. അതുപോലെ തന്നെ ഹൈപ്പോക്രോമിക് ഉണ്ട്. ഹൈപ്പോക്രോമിക് ഷിഫ്റ്റ്. ഹൈപ്പർ ക്രോമിക് ആണ് എപ്സിലോൺ കൂടുതൽ. ഹൈപ്പോക്രോമിക് ഷിഫ്റ്റ് വരിക നമുക്ക് എപ്സിലോൺ കുറവ് വരുന്ന കേസിൽ നമ്മൾ കണ്ടു. നമ്മുടെ ലാംഡ വേവ് ലെങ്ത് ലോങ്ങർ വേവ് ലെങ്ത് ഷിഫ്റ്റ് ചെയ്യുന്നത് ബാറ്റോക്രോമിക് ഷിഫ്റ്റ് ആണ്. അതുപോലെ തന്നെ ഷോർട്ടർ വേവ് ലെങ്ത് അതാണ് ബ്ലൂ റീജിയനിലോട്ടുള്ള ഷിഫ്റ്റ്. അതാണ് നമ്മുടെ ഹൈപ്സോക്രോമിക് ഷിഫ്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇപ്സോക്രോമിക് ഷിഫ്റ്റ് എന്നും പറയാം. ഓക്കെ, ഇത് ഇമ്പോർട്ടന്റ് ആണ്, നോക്കി വെക്കണം. അതായത് എപ്സിലോൺ കൂടുന്ന കേസ്, എപ്സിലോൺ കുറയണ കേസ്. എപ്സിലോൺ കുറയണ കേസ് മാത്രമാണ് ഈ ഓപ്ഷൻസിൽ ഇല്ലാത്തത്. അതിനെ വിളിക്കുന്ന പേരാണ് ഹൈപ്പോക്രോമിക് ഷിഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ ലോങ്ങർ വേവ് ലെങ്ത് അതായത് ബാറ്റോക്രോമിക് ഷിഫ്റ്റ് ആണ്. 74. Which of the following is a thermosetting plastic? Thermosetting plastic ഉദാഹരണം ഏതാണ്? ബേക്ക്ലൈറ്റ് ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 75. Which the acid that is used in the synthesis of nylon 66? Nylon 66 എന്ന് പറഞ്ഞാൽ തന്നെ hexamethylene diamine adipic acid. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ആൻസർ ഇവിടെ കിട്ടിയിട്ടുണ്ടായിരിക്കും. ഓപ്ഷൻ D is the correct answer. Next question. Which among the following aldehyde undergoes aldol condensation? ഏതാണ് ആൻസർ? CH3CHO. Option C is the correct answer. Next question. Which is the correct order of reactivity of alkyl halides in SN2 reaction? Alkyl halides in SN2 reaction, that is RF, RCl and RI. അതായത് കറക്റ്റ് ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി ആണ് അല്ലെ. ബോണ്ട് ലെങ്ത് കൂടുമ്പോൾ റിയാക്ടിവിറ്റി എങ്ങനെയാണ്? റിയാക്ടിവിറ്റി കൂടും. സോ നമുക്ക് ഓപ്ഷൻ കിട്ടും. ഈ ഒരു ചിത്രത്തിൽ നിന്ന് നിങ്ങൾക്ക് പിടികിട്ടിയിട്ടുണ്ടായിരിക്കും. ദാറ്റ് ഈസ് RI is the RI greater than RBr, greater than RCl, greater than RF. That is option D is the correct answer. Next important question. What do you mean by intensive property, extensive property? എല്ലാം ഇമ്പോർട്ടന്റ് ആയ ഐഡിയ ആണ്.
which of the following is an intensive property? Intensive property ഏതാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് കറക്റ്റ് ആയ ആൻസർ? ഇന്റൻസീവ് പ്രോപ്പർട്ടി എ വിസ്കോസിറ്റി ആണ്. ബാക്കിയെല്ലാം ഏതാണ്? എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിക്ക് എക്സാമ്പിൾ ആണ്. ഇന്റൻസീവ് പ്രോപ്പർട്ടി ഈസ് ദ പ്രോപ്പർട്ടി ദാറ്റ് ഡസ് നോട്ട് ഡിപെൻഡ് ഓൺ ദ എമൗണ്ട് ഓഫ് മാറ്റർ. അല്ലെ, ഡസ് നോട്ട് ഡിപെൻഡ് ഓൺ എമൗണ്ട് ഓഫ് മാറ്റർ. ഡസ് നോട്ട് ഡിപെൻഡ് ഓൺ എമൗണ്ട് ഓഫ് മാറ്റർ ആണ് നമ്മുടെ ഇന്റൻസീവ് പ്രോപ്പർട്ടി. എൻട്രോപ്പി, എൻതാൽപ്പി, ഇതൊക്കെ ഏതാണ്? എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിക്ക് എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, SI യൂണിറ്റ് ഓഫ് റേഡിയോ ആക്ടിവിറ്റി. റേഡിയോ ആക്ടിവിറ്റിയുടെ SI യൂണിറ്റ് എന്താണെന്നുള്ള ചോദ്യം ഏതാണ്? ബെക്കുറൽ ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 80, ദാറ്റ് ഈസ് എക്സ്റേസ് ആർ യൂസ്ഡ് ഫോർ ദ സ്റ്റഡി ഓഫ് ക്രിസ്റ്റൽ സ്ട്രക്ചർ ബിക്കോസ് the option B is the right answer. The wavelength of X-ray is of the order of the magnitude as the interatomic displacing in crystals. നമ്മൾ ആദ്യം പറഞ്ഞപ്പോ ബ്രാഗ്സ് ലോ എന്നൊക്കെ പറഞ്ഞപ്പോ ആ കേസിൽ പറഞ്ഞു അല്ലെ, ഈ വേവ് ലെങ്ത് ഓഫ് എക്സ്റേ എന്ന് പറയുന്നത് സെയിം ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് ആസ് ദ ഇന്റർഅറ്റോമിക് സ്പേസിംഗ് ഇൻ ക്രിസ്റ്റൽ ആയതുകൊണ്ടാണ് എക്സ്റേസ് ക്രിസ്റ്റൽ സ്റ്റഡിക്ക് യൂസ് ചെയ്യാൻ കാരണം. അപ്പൊ ഫിസിക്സിനും കെമിസ്ട്രിക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അത്യാവശ്യം നല്ല രീതിയിൽ ഒന്ന് നോക്കിയാൽ തന്നെ നമുക്ക് കുറെ കാര്യങ്ങൾ അറിയുമെങ്കിലും നമ്മൾ ഒന്ന് റീഫ്രഷ് ചെയ്താൽ മാത്രം കിട്ടാവുന്ന ചോദ്യങ്ങളാണ്. നമുക്ക് കൂടുതൽ ഫ്രീക്വന്റ് ആയിട്ടുള്ള സ്റ്റഡി തന്നെ ആവശ്യമാണ്. ഓർഗാനിക് കെമിസ്ട്രിയിൽ നിന്നും ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ആണ്. കാർബൺ കോമ്പൗണ്ട്സ് ഒക്കെ റിലേറ്റ് ചെയ്തിട്ട് ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. എല്ലാം നമ്മുടെ +1 കെമിസ്ട്രി ബുക്ക് നിങ്ങൾ ആദ്യം ഡിപ്പെൻഡ് ചെയ്ത് പഠിച്ചു തുടങ്ങാം. ഇനി നമുക്ക് IT ആൻഡ് സൈബർ ലോ പറഞ്ഞൊരു റീജിയൻ ഉണ്ട്. അതൊന്നും ഒരു 20 ക്വസ്റ്റ്യനും നമ്മളെ റാങ്ക് എവിടെ എത്തും എന്ന് തീരുമാനിക്കുന്ന ഒരു 20 ക്വസ്റ്റ്യനും ആ റീജിയനിലുണ്ട്. അതും ഇമ്പോർട്ടന്റ് ആണ്. Which of the following is a computer code? Option C is the right answer. ASCII is the right answer. Next question, what is FTP? FTP യുടെ full form എന്താണെന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. Option D, that is file transfer protocol is the correct option of FTP. Next question, a computer can store data on all of the following devices except ഏത് എക്സെപ്റ്റ് നമുക്ക് ഏതിലെ കീബോർഡിൽ നമുക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഫ്ലോപ്പി ഡിസ്ക്, HDD, CD, RW എന്നൊക്കെ പറയേണ്ടത് എന്താണ്? അത് ഡാറ്റാസ് സ്റ്റോർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഡിവൈസുകളാണ്. പിന്നെ ഓതന്റിക്കേഷൻ ഓഫ് എനി ഇലക്ട്രോണിക് റെക്കോർഡ് ബൈ മീൻസ് ഓഫ് ആൻ ഇലക്ട്രോണിക് പ്രൊസീജിയർ ഈസ് കോൾഡ്. ഏതാണ് കറക്റ്റായ ആൻസർ? ഡിജിറ്റൽ സിഗ്നേച്ചർ. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ. Next question, a markup language used for creating web pages and web applications, that is HTML. നമുക്ക് അറിയണതായിരിക്കും, നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് അല്ലെ. കമ്പ്യൂട്ടറൊക്കെ യൂസ് ചെയ്യുന്നവർക്കും അവർക്ക് ബേസിക് ആയിട്ട് അറിയുന്ന ഒരു കാര്യമാണ്. That is the markup language used for creating web pages and web applications, that is HTML. Option B. Next, choose the output device. Actually മെയിൻ ആയിട്ട് ഈ ഔട്ട്പുട്ട് ഡിവൈസ് എന്താ, ഇൻപുട്ട് ഡിവൈസ് ഇതൊക്കെ നമ്മൾ മെയിൻ ആയിട്ട് നോക്കി വെക്കേണ്ട കാര്യമാണ്. നമുക്ക് അറിയെങ്കിൽ പോലും കൺഫ്യൂഷൻസ് വരാതെ കറക്റ്റ് ആയ ആൻസറിലോട്ട് എത്താൻ സാധിക്കണം. ചൂസ് ദ ഔട്ട്പുട്ട് ഡിവൈസ് എന്നാണ് ക്വസ്റ്റ്യൻ അല്ലെ. ഔട്ട്പുട്ട് ഡിവൈസ് ഏതാണ്? മോണിറ്റർ ഈസ് എക്സാമ്പിൾ ഫോർ എ ഔട്ട്പുട്ട് ഡിവൈസ്. ഓപ്ഷൻ ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, an attack that tricks people into providing sensitive information. ഏതാണ് കറക്റ്റ് ആയ ആൻസർ? ഫിഷിംഗ് ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയ answer. Okay. Next question, a dash is a network security system that uses rules to control incoming and outgoing network traffic. Okay, ഏതാണ് കറക്റ്റ് ആയ ആൻസർ? കീലോഗർ ആണോ, ടെൽനെറ്റ് ആണോ, സ്പൈവെയർ ആണോ, ഫയർവാൾ ആണോ? കറക്റ്റ് ആയ ആൻസർ ഫയർവാൾ ആണ്. ഓപ്ഷൻ ഡി is the correct answer. A firewall is a network security system that uses rules to control incoming and outgoing network traffic. Next question, section 66A of Information Technology Act 2000 is concerned with. Option A is the right answer. Preventing posting of harmful and offensive information. Next question number 19. Which of the following is a cyber crime? ഏതാണ് സൈബർ ക്രൈമിന് എക്സാമ്പിൾ? ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ടെസ്റ്റിംഗ്, എത്തിക്കൽ ഹാക്കിംഗ്, ചൈൽഡ് ഗ്രൂമിംഗ്, ഡീബഗിംഗ്. ഏതാണ് ചൈൽഡ് ഗ്രൂമിംഗ് is a cyber crime. Okay. Next question 91. Indian Independence Act 1947 granted what sort of status to India? Indian Independence Act 1947, it granted what sort of status to India? That is option C, dominion. Okay. 92, the principle of communal representation in India was first introduced in which act? Option A, the Indian Council Act, that is 1909. Okay.
Next question, next question 93. Who said these words about Cripps proposals? Post-dated check on a failing bank. Okay, whose words are these? That is Mahatma Gandhi. Option A is the correct answer. Then comes 94. Under which act Union Public Service Commission was formed? Okay, which act? Option D is the correct answer. 1935 Act. Next question. When the Constitutional Assembly was formed? When the Constitutional Assembly was formed? Constitutional Assembly formed in the 1946. Option B is the correct answer. 96. The emergency power of president are modeled on the constitution from which country? It is from South Africa. Option D is the correct answer. 97. Powers, privileges and immunities of parliament and its members are protected by president ആണോ സ്പീക്കർ ആണോ പ്രൈം മിനിസ്റ്റർ ആണോ ഇലക്ഷൻ കമ്മീഷണർ ആണോ ആരാണ് സ്പീക്കർ ആണ് പവേഴ്സ് പ്രിവിലേജസ് ആൻഡ് ഇമ്മ്യൂണിറ്റീസ് ഓഫ് പാർലമെന്റ് ഓക്കെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയ ആൻസർ 98 the final interpreter of the constitution of India A cabinet B president C parliament D supreme court option D supreme court ആണ് കറക്റ്റ് ആയ ആൻസർ അടുത്ത question, which amendment act lowered the voting age from 21 to 80 years? Is it 61, 64 ആണോ 65 ആണോ 60 ആണോ 61st ആണ് 61st amendment ആണ് വോട്ടിംഗ് ഏജ് 21 നിന്ന് 18 താഴ്ത്തിയത്. That is 61. Option A is the correct answer. All disputes in connection with elections to Lok Sabha is submitted to ആർക്കാണ് ഹൈക്കോർട്ട് ആണോ സുപ്രീം കോർട്ട് ആണോ റിട്ടേണിംഗ് ഓഫീസർ ആണോ ഇലക്ഷൻ കമ്മീഷൻ ആണോ ഓപ്ഷൻ എ ഹൈക്കോർട്ട് ആണ്. അത് കഴിഞ്ഞ തവണത്തെ നമ്മുടെ ഫിംഗർ പ്രിന്റ് സെർച്ചർ എന്ന് പറഞ്ഞ പരീക്ഷ നടന്നതിൽ എല്ലാ ക്വസ്റ്റ്യൻസും 100 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് 40 ക്വസ്റ്റ്യൻസ് ഫിസിക്സ് ആയിരുന്നു. Then comes 80 till 80 it was chemistry. Then after that it was actually remaining 20 questions. That is 40 plus 20 remaining 20 questions is from IT and cyber law. This is actually the syllabus of the fingerprint searcher examination to the police department. Important ആയ ഒരു ഡീറ്റെയിൽ ഐഡിയ ആണ് ഇത്. അതായത് ഇത് മനസ്സിൽ വെച്ച് നമ്മൾ മെയിൻ ആയിട്ട് NCERT ടെക്സ്റ്റ് ബുക്കുകൾ പഠിച്ചാൽ തന്നെ ഒരു കുട്ടിക്ക് ഒരു എബവ് 80 അതായത് IT സൈബർ ലോയും പഠിക്കണം. അതല്ലാതെ ബേസിക് ആയിട്ടുള്ള ഫിസിക്സും കെമിസ്ട്രിയുടെയും പുസ്തകം +2 പഠിച്ചാൽ തന്നെ എബവ് 80 മാർക്ക് ഷുവർ ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ഈ ഫിംഗർ പ്രിന്റ് സെർച്ച് എന്ന് പറയുന്ന പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ ചുമ്മാ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തിരുന്നാൽ നമുക്ക് റാങ്ക് ലിസ്റ്റിൽ പേര് വരില്ല. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പഠനം അല്ലെ എങ്ങനെ നമുക്ക് പ്ലാൻ ചെയ്ത് നമ്മൾ പഠിക്കണം. ഇന്ന ദിവസം നമ്മൾ ഇന്ന് തന്നെ പഠിച്ചു തീർക്കും എന്നൊരു ഐഡിയ വരണം. ടൈം ടേബിൾ ഇട്ട് പഠിക്കണം. അതാണ് പ്രധാനപ്പെട്ടത്. ഇന്ന് പഠിച്ചു തീരാത്തത് നാളെ പഠിക്കണം, കംപ്ലീറ്റ് ചെയ്യണം. അപ്പോഴാണ് ടൈം ടേബിൾ തെറ്റുമ്പോൾ നമുക്ക് മനസ്സിലാവുള്ളൂ. ടൈം ടേബിൾ ഉണ്ടെങ്കിൽ അത് മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ തോന്നിയ സമയത്ത് പഠിക്കുക എന്നുള്ള രീതിയാണെങ്കിൽ നമ്മൾ അവസാനം കൺഫർമേഷൻ വന്ന് പരീക്ഷയിലോട്ട് പോകുമ്പോൾ നമുക്കൊന്നും ഏകദേശം എന്തൊക്കെയോ പഠിച്ചു, പക്ഷെ സ്പെസിഫിക് ആയിട്ട് ആ പരീക്ഷ ക്രാക്ക് ചെയ്യാനുള്ള ആ ഒരു പാകത്തിലോട്ട് നമ്മുടെ മനസ്സ് നമ്മുടെ ബുദ്ധിയും എത്തില്ല. എക്സാം ഹാളിൽ വി വിൽ ബി ഇൻ എ ടോട്ടലി കൺഫ്യൂസ്ഡ് മാനർ. ഓക്കെ, ഏതാണ് നമ്മൾ എന്തൊക്കെയോ പഠിച്ചെന്നുള്ള രീതിയിൽ പോയാൽ ഫുൾ നമുക്ക് ടെൻഷൻ ആയിരിക്കും, കൺഫ്യൂഷൻ ആയിരിക്കും. അതുകൊണ്ട് ഇതുവരെ പഠനം തുടങ്ങാത്തവർ ചെയ്യേണ്ട കാര്യം +1 +2 നമ്മുടെ NCERT ബുക്ക് എടുത്ത് ആദ്യം വൃത്തിയായി പെൻസിലൊക്കെ വെച്ച് വരച്ച് വരയ്ക്കാവോ നിങ്ങളുടെ ഇഷ്ടം, ചാപ്റ്റർ ഒക്കെ നോക്കി. നമ്മൾ പണ്ട് പഠിക്കാതെ വിട്ട കുറെ കാര്യങ്ങൾ ഉണ്ടായിരിക്കും അതിലല്ലേ. നമ്മൾ അന്നത്തെ നമ്മുടെ കണ്ടീഷനിൽ ചിലപ്പോൾ നമുക്ക് മനസ്സിലാവാത്ത കാര്യങ്ങളായിരിക്കും. അതെല്ലാം വീണ്ടും എടുത്ത് എന്ത് ചെയ്യണം? പഠിച്ച് ഓരോ ലൈൻ ബൈ ലൈൻ NCERTയുടെ ഓരോ ലൈനും ഇമ്പോർട്ടന്റ് ആയി +1 +2 ഫിസിക്സും കെമിസ്ട്രിയും NCERT ബുക്ക് അങ്ങോട്ട് അരച്ച് കലർത്തി കുടിക്കുന്ന രീതിയിലാക്കുക. ഏത് ഭാഗത്തുനിന്ന് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും എനിക്ക് കിട്ടുമെന്നുള്ള രീതിയിലോട്ട് എത്തിച്ചാൽ തന്നെ 80-ന് മുകളിലുള്ള ഒരു മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാവുന്നതാണ്. പിന്നെ കുറച്ച് സമയം ഈ പറഞ്ഞ നമ്മുടെ ഇലക്ഷൻ കമ്മീഷനെ കുറിച്ചും അതുപോലെ അമെന്റ്മെന്റുകളെ കുറിച്ചും ലോക്സഭ രാജ്യസഭ അതുമായുള്ള ക്വസ്റ്റ്യൻസ് പഠിക്കാൻ കുറച്ച് നമ്മുടെ അതുപോലെ തന്നെ IT ഇൻപുട്ട് ഡിവൈസ് ഔട്ട്പുട്ട് ഡിവൈസ് അങ്ങനത്തെ കുറച്ച് കമ്പ്യൂട്ടറിന്റെ ബേസിക് ആയ കാര്യങ്ങളൊക്കെ പഠിക്കാനും കുറച്ച് സമയം കണ്ടെത്തുക. അപ്പൊ ഇത്രയുമാണ് കഴിഞ്ഞ തവണ നടന്ന പരീക്ഷയിലെ 100 ചോദ്യങ്ങള്. നമ്മൾ കുറെയൊക്കെ നമ്മുടെ സമയപരിധി മൂലം ഓപ്ഷനിലോട്ട് പോയിട്ടുണ്ട്. കുറെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതൊക്കെ ഒന്ന് മെനക്കെട്ട് നിങ്ങൾ നോക്കി ഓപ്ഷൻസ് കറക്റ്റ് എല്ലാം ചെക്ക് ചെയ്ത് ഒന്ന് വൃത്തിയായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ പറയാൻ ഉദ്ദേശിച്ചത്. എല്ലാവർക്കും ഏകദേശം കുറെ കാര്യങ്ങളൊക്കെ
ഫുള്ളായിട്ട് ഗ്രാസ്പ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും കുറെ കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യണം, ഏതൊക്കെ ഭാഗത്തു നിന്നാണ് നമ്മൾ പഠിക്കേണ്ടത് എന്ന് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു.